സദഖല്ലാഹു മൗലാ അലിയുൽ അദീം. ഫലാ തൈഅസ് ഇദാ അഅസ് യൗമാ വഅയ്സർത ഫീ طويلي فإن العسر يتبعه يسار والله أصدق كل قيل ولا تظن بربك سوء ظن. 10,000 എന്നെ പഠിപ്പിച്ചതുകൊണ്ട്, എന്നെ ഓത്ത് നിർത്താതെ തുടരാൻ എൻ്റെ ഉപ്പ പ്രേരിപ്പിച്ചതുകൊണ്ട്, എൻ്റെ ഉപ്പാക്ക് കുട്ടശ്ശേരിയിലെ ഇവിടെ നിന്ന് കിട്ടിയത് ഇപ്പോൾ 30,000 ആമീൻ എൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് കിട്ടി. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു റബ്ബി. ആ കണക്ക് നിങ്ങൾ കൂട്ടിയാൽ ഈ 3 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദിന്റെ ഖബറിലേക്ക് എത്ര ആമീൻ കിട്ടി, എത്ര ദുആ കിട്ടി. ആ ഖബറാകുന്ന വീട്ടിൽ നാളെ നമ്മൾ പോയി ഒറ്റക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ സമ്പാദ്യം കിട്ടണ്ടേ, നമുക്ക് ഈ വരുമാനം വരണ്ടേ? എങ്കിൽ ഇത്തരം കാര്യങ്ങളോട് സഹകരിച്ച് നമ്മുടെ മക്കളെ കൊച്ചുനാളിലെ ഇതിനൊക്കെ പഠിപ്പിച്ച് ഇതിനൊക്കെ ചേർത്ത് അങ്ങനെ മക്കൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വാപ്പ നമ്മളെ ഓതാൻ പറഞ്ഞയക്കുമ്പോൾ ഉപ്പ പറയുന്നത് അന്ന് കേട്ട ഓർമ്മയുണ്ട്, എൻ്റെ തലക്കുംപുറത്ത് ഓതാൻ ഒരു കുട്ടി പോട്ടെ എന്നാണ്. അത് മയ്യത്തായി കിടക്കുന്ന തലക്കും പുറത്തും ഖബറിൽ കിടക്കുമ്പോൾ മീസാൻ കല്ലിന്റെ അടുത്തും ഓതാൻ ഒരു കുട്ടി എന്നവർ നേർച്ചയാക്കുന്ന പോലെയാണത്. ആ രൂപത്തിൽ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനെ നിയ്യത്താക്കിയ ഒട്ടേറെ പിതാക്കളും മാതാക്കളും ഉള്ളതിന്റെ അടയാളമാണ് ഈ കുട്ടശ്ശേരിയിൽ ധാരാളം ആലിമീങ്ങളുണ്ട്. ഈ പരിസരത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ മുഹസ്സുരീങ്ങളും തത്തുല്യ യോഗ്യരുമായ പണ്ഡിതന്മാർ തന്നെ ധാരാളം ഉണ്ട്. ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദും കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരും ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദുമൊക്കെ ജംഇയ്യത്തുൽ ഉലമയുടെ താലൂക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് അവരൊക്കെ ഇരിക്കുന്ന കാലഘട്ടം ഞങ്ങളൊക്കെ ചെറിയ മുതഅല്ലിമീങ്ങളായ കാലഘട്ടമാണ്. ആ മഹാന്മാരൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഇൽമിന്റെയും ആലിമീങ്ങളുടെയും ശ്രേഷ്ഠതയും പവിത്രതയും അതുകൊണ്ടുള്ള ലാഭങ്ങളുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മെ പഠിപ്പിക്കാനും നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകാനും ശ്രമിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന സഭയെല്ലാം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അള്ളാഹുവേ, ഞങ്ങളാക്കി പോറ്റി വളർത്തുന്നതിൽ പങ്കാളികളായ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പോറ്റുമ്മ എന്ന രീതിയിൽ പ്രവർത്തിച്ച, ചെലവിന് തന്ന വീട്ടുകാരായ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് സഈദ് മുസ്ലിയാരുടെ ഒരു സ്മരണിക ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു പുസ്തകമാണ്, പക്ഷേ ഇതിൽ സഈദ് ഉസ്താദിന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ വഫാത്ത് കഴിഞ്ഞ് 25ാമത്തെ വർഷമാണ്. അപ്പോൾ സഈദ് ഉസ്താദിനെ പറ്റി അറിയുന്ന തലമുറ അവർ പോയി കഴിഞ്ഞാൽ ഒരു വലിയ മനുഷ്യനെ പറ്റിയുള്ള ചരിത്രം പുതിയ തലമുറക്ക് അറിയാതെ പോകും. അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സ്മരണിക പുറത്തിറക്കിയത്. നാട്ടുകാരെ, നിങ്ങളുടെ നാട്ടുകാരനായ നമ്മുടെ സഈദ് ഉസ്താദ് ബന്ധപ്പെട്ട് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ സംഘടനാ രംഗത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, ദുആ ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ രോഗമായി കിടന്നപ്പോൾ പല പ്രാവശ്യവും വന്ന് കണ്ടു. അങ്ങനെയൊക്കെ അല്ലാതെ ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അല്ലാഹു തആല മഹാനവറുകളെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ മുത്തുനബിയുടെ ശഫാഅത്ത് വേദിയിൽ നമുക്ക് കാണാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, മുഅ്മിനുകളെ, ഈമാൻ ആണ് നമ്മെ ഏൽപ്പിക്കപ്പെട്ട നിധി. നമ്മുടെ ശരീരം ഒരു പത്തായമായി കണ്ടാൽ ആ പത്തായത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിധി അത് ഈമാൻ ആണ്. ഈമാനാകുന്ന നിധി നഷ്ടപ്പെട്ടാൽ
ഈ പത്തായം ആർക്കും വേണ്ടാത്തതാണ്. ഈമാൻ ആകുന്ന നിധി നഷ്ടപ്പെട്ടാൽ ഈ പത്തായത്തിന് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഒക്കെ നിങ്ങൾ ലോകത്ത് ഒട്ടേറെ ജനകോടികളുണ്ട്. ആ ജനകോടികളിൽ നിന്ന് അല്ലാഹ് എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുന്നത് നിധി നമ്മളിൽ സൂക്ഷിക്കാൻ തന്നതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നിധി. അത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ വീട്, ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്. അതിൽ നിന്ന് ഈ കാണുന്ന പള്ളി അത് അള്ളാഹുവിന്റെ വീടാണ്. അവിടേക്ക് പ്രവേശനം നമുക്ക് ലഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിധി കൽബിലുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് പിടിക്കാനും നോക്കാനും പാരായണം ചെയ്യാനും പറ്റുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിധി നമ്മുടെ കൽബിലുള്ളത് കൊണ്ടാണ്. കഅബ ശരീഫ് ആകുന്ന ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിധി ഉള്ളത് കൊണ്ടാണ്. ആ നിധി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ നമ്മളും മറ്റുള്ള ജാതി മതക്കാരും തമ്മിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിധി സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് കള്ളൻ അത് കൊണ്ടുപോകും. ഇപ്പൊ നമ്മുടെ ശരീരത്തെ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പല സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന് നമ്മൾ ചെറിയൊരു മതിലിങ്ങനെ കെട്ടിയിട്ട് അതിനൊരു ഗേറ്റ് വെച്ചു. എന്നിട്ടോ ആ ഗേറ്റ് തുറന്നിട്ട് ഉള്ളിലേക്കാണ് ചെന്നാൽ അപ്പുറത്ത് നമുക്ക് എന്താണ്, നമ്മുടെ വീട്ടിലേക്ക് കടക്കുന്നിടത്ത് ഒരു ഗേറ്റ്, ഒരു വാതില്. ആ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നാൽ ബെഡ്റൂമിന് ഒരു വാതില്. അത് തുറന്ന് അകത്തേക്ക് ചെന്നാൽ നമ്മുടെ ചുമരുബല് വെച്ചിരിക്കുന്ന ആ അലമാരിക്ക് ഒരു വാതിലും ഒരു പൂട്ടും. അത് തുറന്നിട്ട് അകത്ത് ചെന്നാൽ ആ ചെറിയ സെൽഫിലാണ് നമ്മൾ ഏത് വെച്ചിരിക്കണത്, നമ്മളെ സാധനം സൂക്ഷിച്ചിരിക്കണത്. അപ്പോൾ ഉള്ളിലാണ് നമ്മൾ പാത്തു വെച്ചിരിക്കണത്. അപ്പം നമുക്ക് സൂക്ഷിക്കാൻ അറിയാം. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മളെ പൂട്ടിൻ്റെ പവർ കൊണ്ടാണ് കള്ളന്മാർ അത് കൊണ്ടുപോകാത്തത് എന്ന് വിചാരിച്ച് നിൽക്കങ്ങളൊക്കെ. അതെ, നമ്മളെ പൂട്ടിൻ്റെ പവർ കൊണ്ടല്ല മക്കളെ, കള്ളന്മാർ വിചാരിക്കായിട്ടാണ്. നമ്മളെ വാതിലിന് പൂട്ടുണ്ടല്ലോ, ആ പൂട്ട് താക്കോലിട്ട് ഇങ്ങനെ തിരിച്ചാൽ കിടി എന്നിട്ടൊരു സാധനം ഇങ്ങോട്ട് മാറി അല്ലേ? അതിനെന്താ പറയാ? എന്താ പറയാ? അതാ പറഞ്ഞത്, അതിന് കള്ളം എന്നാ പറയാ. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൂട്ടാണെങ്കിൽ 2 കള്ളം ഉണ്ടാവും. ഈ 2 കള്ളന്മാരെ വിശ്വസിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കണത് അല്ലേ? നിങ്ങൾക്ക് കേൾക്കണോ, നമ്മളില്ലാത്ത സമയത്ത് പുറത്തുനിന്ന് ഒരു കള്ളൻ വന്നാൽ ഈ 2 കള്ളന്മാരും കൂടി മൂപ്പരപ്പം സഹായിക്കാൻ കൂടല്ലാതെ കള്ളന്മാരൊക്കെ ഒന്നാവും. അങ്ങനെ നമ്മളെ വീട്ടിലെ ഒരു സാധനവും കാണൂല. കള്ളം വിചാരിക്കാത്തത് കൊണ്ടാണല്ലേ, നമ്മളെ പൂട്ടിന്റെ പവർ കൊണ്ടല്ല, കള്ളന്മാർ വിചാരിക്കായിട്ടാ. പണ്ടുണ്ടായിരുന്നല്ല മണിയറക്കള്ളൻ ഹബീബ് കോയ, മണിയറക്കള്ളൻ ഹബീബ് കോയണ്ടേ, അയാളൊരു ഇഖ്ലാസുള്ള കള്ളനാണ്. അതെന്താന്ന് വെച്ചാൽ 5 പവനും 10 പവനൊന്നും മൂപ്പര് കക്കലില്ല. കളവ് നടത്തുകയാണോ ഒരു 100 പവന്റെ മുകളിൽ. അപ്പം 100ഉം 200ഉം ഒക്കെ പവൻ കൊടുക്കുന്ന മണിയറ, അവിടെ എത്ര കാവലുണ്ടാകും, എത്ര ബന്ദോബസ്ത് ഉണ്ടാകും. എന്നിട്ട് അവിടെ നിന്നാണ് മൂപ്പരെന്താകല് ആഭരണം കട്ടുകൊണ്ടുപോയത്. അങ്ങനത്തെ ആളേന് മണിയറക്കള്ളൻ ഹബീബ് കോയ. ഹബീബ് കോയ എന്ന് പറയുമ്പോൾ കോയാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തങ്ങളാന്നിട്ട് വിചാരിക്കണ്ട. ചില നാട്ടിലൊക്കെ ഉച്ചക്ക് പ്രസവിച്ച ഹുസൈൻ കോയ, അസർക്ക് പ്രസവിച്ച ഹസൻ കോയ, മഗ്‌രിബിക്കാണെങ്കിൽ വെയ്ലീൻ കോയ, അങ്ങനെ പേരുണ്ട്. അപ്പം എന്നാൽ ആരോ ചോദിച്ചു, ഒരു ഒത്തു വന്നില്ലെങ്കിലും ഒന്ന്, അതാണ് വീരാങ്കോയ എന്ന് പറഞ്ഞ ആരോ. അപ്പോൾ ഞാൻ ബുഖാരിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, നിങ്ങൾ കുറേ നേരം അതിൽ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഉമ്മാമാൻ്റെ ഹദീസ് പറഞ്ഞതേ ഉള്ളൂ, ഇരിക്കട്ടെ. അപ്പോൾ ഹബീബ് കോയ മണിയറയിൽ കയറിയിട്ട് 100 പവന്റെ ആഭരണം കൊണ്ടുപോവുക. കള്ളന്മാർ വിചാരിച്ചാൽ സാധനം 1 ഇഞ്ചില്ലാതെ പോകും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല ഈമാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നോക്ക് നിങ്ങൾ. നമ്മുടെ ശരീരത്തെ ഒട്ടാകെ പൊതിഞ്ഞിട്ടുള്ള ഒരു ചുറ്റുമതിൽ, അതാണ് നമ്മുടെ തൊലി. ആ തൊലി പൊളിച്ച് അകത്ത് ചെന്നാൽ അട്ടിയായിട്ട് നമ്മുടെ മാംസം, ആ മാംസം തുരന്ന് ഉള്ളിൽ ചെന്നാൽ നമ്മുടെ എല്ല് തുരന്ന് ഉള്ളിൽ ചെന്നാൽ നമുക്ക് കാണാം ലിവർ ഐറ്റംസ് സാധനങ്ങൾ അല്ലേ? ഔത്തർച്ചയും പതിരും മാങ്ങിയും കുരുവും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അതും തുരന്നിട്ട് ഉള്ളിൽ ചെന്നാൽ ഉള്ളിൻ്റെ
ഉള്ളിൽ നമ്മുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനേക്കാൾ ഭദ്രമായി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, അതാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധി. ആ നിധിയുടെ പാറാവുകാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരുട്ടും വെളിച്ചവും, നമ്മുടെ രഹസ്യവും പരസ്യവും, നമ്മുടേതായ സ്വകാര്യതയും സാമൂഹ്യ ജീവിതവും, നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും എന്ന് വേണ്ട ഏത് രംഗത്തും നമ്മുടെ കയ്യിലുണ്ടാകേണ്ട സൂക്ഷ്മത, ഈമാൻ എന്ന നിധി നഷ്ടപ്പെട്ടു പോകരുതേ. അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സംഭവിക്കുന്നത് വളരെ വലിയ പരാജയമാണ്. അത് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അതാണ് ഉമ്മമാർ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കടന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കാമുണ്ട്. ആ മക്കാമിൽ, അവിടുത്തെ ചുമരിൽ ബഹുമാനപ്പെട്ട ബീവിയുടെ അതിപ്രധാനമായ ചില സംഭവങ്ങൾ ചുമരിൽ കൊത്തിവെച്ച് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണാം, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഈമാൻ ആകുന്ന നിധിയുടെ സൂക്ഷിപ്പ്. പടച്ചവനെ, ഇത് കള്ളം കൊണ്ടുപോകുമോ? നമ്മുടെ കൽബാകുന്ന പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈമാൻ കള്ളം കൊണ്ടുപോയാലോ, അത് മലിനമായാലോ, അത് ഉപയോഗശൂന്യമായാലോ, അത് ആർക്കും പറ്റാത്ത രീതിയിൽ അത് നശിച്ചു പോയാലോ, ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ ബീവി, സുബ്ഹാനല്ലാഹ്, എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ച് ഉറക്കത്തിന്റെ മഴക്കത്തിലേക്ക് നീങ്ങിയാൽ റാബിഅത്തുൽ അദവിയ്യ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട ബീവി ഒരിഞ്ചും ഉറങ്ങാതെ, ഒരു സെക്കൻഡ് കണ്ണടക്കാതെ, ബഹുമാനപ്പെട്ട ബീവി റളിയല്ലാഹു അൻഹ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലേക്ക് പോകുമ്പോൾ ബീവി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട്, രാജാതിരാജനായ റബ്ബേ, രാജാക്കന്മാരുടെ വാതിലടഞ്ഞു, മന്ത്രിമാരുടെ വാതിലടഞ്ഞു, പ്രമാണിമാരുടെ വാതിലടഞ്ഞു, പണക്കാരുടെ വാതിലടഞ്ഞു, പാവപ്പെട്ടവന്റെ വാതിലടഞ്ഞു. ഇവിടെ താമസിക്കുന്ന ഭൂമുഖത്തെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും അധികാരികളുടെയും വാതിലൊക്കെ അടഞ്ഞു കിടക്കുകയാണല്ലോ റബ്ബേ. രാജാതിരാജനായ നിന്റെ വാതിൽ മാത്രമല്ലേ തുറന്നു കിടക്കുന്നതുള്ളൂ. അതുകൊണ്ട് ആ വാതിൽക്കരിതാ ഭാവിയായ റാബിഅ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ നേരം പുലരുന്നത് വരെ, അല്ലാഹുവേ, ഈമാനിന് കാവൽ നൽകണേ അല്ലാ, ഈമാനിന് സുരക്ഷിതത്വം നൽകണേ അല്ലാ. നീ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിധി, അത് കള്ളം കട്ടുകൊണ്ടുപോകാതെ, അത് മലിനമാകാതെ, അത് കേടുപാടുകളില്ലാതെ സൂക്ഷിച്ചുകൊണ്ട് നാളെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ നിധി കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ നിധി സ്വീകരിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് എന്റെ കൽബാകുന്ന പാത്രത്തിൽ നിധി ഇല്ലാതെ വന്നാൽ, എന്റെ കൽബാകുന്ന പാത്രത്തിലെ നിധി കേടുപാടുകൾ സംഭവിച്ചതായാൽ, എന്റെ കൽബാകുന്ന പാത്രത്തിൽ നീ തന്നിരിക്കുന്ന നിധി അത് മാലിന്യം കലർന്നതായാൽ, തീർച്ചയായും എനിക്ക് എക്കാലത്തും പരാജയമല്ലേ. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പടച്ചവനെ ഉറുമ്പരിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല, ഒരു ഇല അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നില്ല. ഈ സമയത്ത് രാജാക്കന്മാരെ വാതിലടഞ്ഞു കിടക്കുമ്പോൾ ആ നോട്ടീസ് മോനെ പോകുമ്പോ കൊടുത്താ പോരെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിങ്ങനെ ഈ ബാലിന്റെ അടിയിൽ എല്ലാവരും അത് നോക്കൽ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സമ്മതം തരുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോ ഒരു വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സ് തെറ്റിപ്പോയാൽ
അല്ലെങ്കിൽ തന്നെ സഭയിലൊക്കെ മൂല്യന്മാർ നാടന്മാർ കുറേ മുന്നിൽ ഇങ്ങനെ കുത്തിരിക്കാണിച്ചാൽ പല സംഗതി നടക്കും. ഇതിപ്പോൾ ആലിമ്യങ്ങൾ പോലും മെനക്കെടുന്നത് എന്തിനാ നിങ്ങൾ സഭൻ്റെ ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ ഇപ്പം ഇന്ത്യ നിന്ന് ബൽക്കൊന്നും പഠിച്ചാണ്ടായിട്ടല്ല. പിന്നെന്താ, ഒരു ഉസ്താദിൻ്റെ സ്മരണ നടക്കുന്ന ഒരു സഭ, സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൻ്റെ ബഹുമാനം, അയക്ക് പിന്നെ വേറെ ഓരോന്നിങ്ങനെ വരുമ്പോൾ അപ്പോൾ അത് നിൽക്കട്ടെ, കൊടുക്കേണ്ടത് തന്നെയാണ്. ആ കുട്ടിൻ്റെ കൊടുക്കുമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഖൈറാക്കട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ആ ബൈത്ത് അവിടുത്തെ മക്കാമിൻ്റെ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈമാന്റെ സൂക്ഷിപ്പുകാരൻ? നമ്മളെ കയ്യിലുള്ള ഒരു മുതൽ നമ്മുടെ വീട്ടിൽ പൂട്ടുണ്ട്, പിന്നെ പൂട്ടിന് പൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു നിധി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? നമുക്കിങ്ങനെ പേടിയാണ്. പടച്ചോൻ ഇതാരെങ്കിലും കൊണ്ടുപോകോ അല്ലേ? നമ്മൾ വാതിൽ പൂട്ടി പുറത്ത് പോകുമ്പോഴേക്കാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം, നല്ലപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിട്ടുണ്ട്. വീടുകളിലൊക്കെ അപരിചിതരായിരിക്കുന്ന ആളുകൾ വരുമ്പോൾ വളരെ ശ്രദ്ധ വേണം. തീർച്ചയായും ഉമ്മമാർ സഹോദരിമാരോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താം. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോഴേക്ക് വാതിൽ തുറക്കുമ്പോഴേക്ക് ചെറിയ കുട്ടികൾ പുറത്തേക്ക് വരും. ആ കുട്ടികളെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട് ചില ആളുകൾ. ഈ വീട്ടിൽ ആണുങ്ങൾ മാത്രമാണോ അതല്ല സ്ത്രീകൾ മാത്രമാണോ എന്ന് നോക്കി പോകുന്നുണ്ട് പല ആളുകൾ. അങ്ങനെ വീട്ടിൽ പഴയ സാധനങ്ങൾ എടുക്കാൻ, അമ്മി കൊത്താൻ, കത്തി മൂർച്ച കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ ആളുകൾ കയറിയിറങ്ങുന്നുണ്ട്. ഒരു ശ്രദ്ധ വീട്ടിലെ സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് വേണം. അപരിചിതരായ ആളുകൾക്ക് മുമ്പിൽ വാതിൽ പറ്റേ തുറന്നു കിടക്കുകയും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിവരം പറയുകയും ചെയ്യുന്ന രീതി. ഇവിടെ ആണുങ്ങളൊക്കെ ഗൾഫിലാണ്, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ. ഇവിടെ പെണ്ണുങ്ങൾ നേരായിട്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ആണുങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ അറ്റം പോയക്കാണെന്ന് പറഞ്ഞാൽ പോരെ. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കൊടുത്തു വെക്കുമ്പോൾ വളരെയധികം അപകടങ്ങൾ സംഭവിക്കുന്ന വാർത്ത നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആവശ്യമില്ലാത്ത വിവരങ്ങൾ അന്വേഷിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ടേ ഇവരാരാണെന്ന്. ഓരോ വീട്ടിലും പോലീസ് സ്റ്റേഷന്റെ നമ്പർ സൂക്ഷിച്ചിരിക്കണം. അവരവരുടെ മൊബൈലുകളിലെല്ലാം അടുത്ത പോലീസ് സ്റ്റേഷന്റെ നമ്പർ എല്ലാ മൊബൈൽ ഫോണുകാരും സൂക്ഷിച്ചു വെച്ചിരിക്കണം. അത് എല്ലാവരും കൂടി ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, പലപ്പോഴും ആവശ്യമുള്ള സംഗതികളാണ് അതൊക്കെ. ധാരാളം വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്നത് പത്രങ്ങളിലും വാർത്തകളിലുമൊക്കെ നാം കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അന്നൊന്നും നടക്കൂല എന്ന് വിചാരിച്ച പലതും ഇവിടെ മാത്രമേ ഇപ്പം നടക്കണുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സയഅതി സമാനുൻ അലന്നാസ്, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മോചനം ലഭിക്കണോ, അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കലല്ലാതെ അവർക്ക് മോചനത്തിന്റെ എല്ലാ വാതിലുകളും അടക്കപ്പെട്ട് കഴിയും. പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തലല്ലാതെ ഒരു മോചനത്തിന്റെ വഴിയും അവരെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം സമൂഹത്തിൽ വരും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ലഹറൽ ഫസാദു ഫിൽ ബജ്ജി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഇവിടെ ഒരുപാട് തഫ്സീറുകൾ കാണാൻ പറ്റും. കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചു. കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചു. ആ ഫസാദ് വ്യാപിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, എന്താണ് ഫസാദ് വ്യാപിച്ചു എന്ന് പറയുന്ന ഫസാദ്? അത് ഇൻഖിതാഉൽ മത്രി അനിൽ ബർരി, കരയിൽ എവിടെയും മഴ കിട്ടാതിരിക്കുന്ന ഒരു കാലാവസ്ഥ വരിക. എവിടെ നോക്കിയാലും മഴ കിട്ടാത്ത ഒരു അവസ്ഥ നമ്മുടെ ഭൂമിക്ക് വന്നു ചേരുക. അങ്ങനെ ഭൂമിക്ക് മഴ കിട്ടാത്ത ഒരവസ്ഥ വന്നു ചേരുമ്പോൾ നുഖ്സാനു സമരി വസ്സർഇ, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളും അത് തീരെ ഇല്ലാതെ ആയിക്കൊണ്ടേയിരിക്കുക. ഇത് രണ്ടു കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായും നാട്ടിലുണ്ടാകുന്ന ഒരു അവസ്ഥ പിന്നെ എന്തായിരിക്കും? അത്
മനുഷ്യർ തമ്മിലുള്ള മത്സരമായിരിക്കും. അല്ലാമാ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഭൂമിക്ക് ഫസാദ് വരിക എന്ന് പറഞ്ഞാൽ അതിലൊരു ഫസാദ് ഇൻഖിതാഉൽ ബത്രി അനിൽ ബർരി, കരയിൽ എവിടെയും മഴയില്ല. 6 മാസം തുടർച്ചയായി മഴ കിട്ടേണ്ട നമ്മുടെ കേരളം അത് 4 മാസമായി ചുരുങ്ങിയിട്ട് കാലങ്ങളേറെയായി. അത് പിന്നീട് കാലാവസ്ഥയുടെ വ്യതിയാനം സംഭവിച്ചു. നമ്മളെ കാലാവസ്ഥ നിരീക്ഷകന്മാർ എന്താണ്, നമ്മളെ എന്ത് ഉൾക്കടലാണ്, ഇതിനൊക്കെ ബംഗാളികളല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളെ മറന്ന്? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം അത് അതിലെങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലാണ് പോകുമ്പോൾ അത് സ്വാഭാവികമായും സാമാന്യം ശക്തിയായും അല്ലാതെയും ഒക്കെ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലാവസ്ഥയുണ്ടല്ലോ. ഇത് കാലാവസ്ഥ ആദ്യത്തിൽ വിചാരിച്ചു പിന്നീട് കിട്ടും, തുലാവർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പൊ തുലാവർഷവും ഇല്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടേണ്ട 100% മഴയുടെ 30% ഈ വർഷം കിട്ടിയിട്ടുള്ളൂ. 30% കിട്ടിയിട്ടുള്ളൂ. 44 നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ എല്ലാ നദികളും വറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ കുറുകെ കുറ്റിപ്പുറത്ത് വച്ചിരിക്കുന്ന പാലം, ആ പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ 2 ഭാഗത്തേക്കും ഒന്ന് നോക്കൂ, വെള്ളം എത്രയുണ്ട്. ചാലിയാർ പുഴ കേരളത്തിലെ ഒരു പ്രസിദ്ധമായ പുഴയാണ്. ആ ചാലിയാർ പുഴയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾ ഓർത്തു നോക്കൂ. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന 44 നദികളെയും നദീതീരത്ത് താമസിക്കുന്ന ആളുകളുടെ കിണറ്റിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. നദിയിൽ വെള്ളമില്ല. നദിയിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ നദിയിൽ നിന്ന് പുഴകളിൽ നിന്ന് ഇഷ്ടം പോലെ മണൽ വാരി. ആ മണൽ വാരിയപ്പോൾ ജലനിരപ്പിന്റെ സാന്ദ്രത അത് സ്വാഭാവികമായും താഴ്ന്നു. താഴ്ന്നപ്പോൾ അടിഭാഗത്തുകൂടെ കടലിൽ നിന്നുള്ള ഉപ്പുജലം നമ്മുടെ പുഴയിലേക്ക് ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയിരിക്കുന്നു. അല്പം വെള്ളം പുഴയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നദികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ നദികളെ കുറിച്ച് ദൈനംദിനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ലഹറൽ ഫസാദ് ഫിൽ ബർർ വൽ ബഹർ, സമുദ്രത്തിലും കരയിലും ഫസാദ് വ്യാപകമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ വ്യാപകമാകുന്നു? അത് ഇൻഖിതാഉൽ മത്രി അനിൽ ബർരി യഅഖുബുൽ ഖഹ്തു. ഇമാം ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. മഴയില്ലാതായി. മഴയില്ലാതായപ്പോൾ എന്തു വന്നു? പഴവർഗ്ഗങ്ങൾ ഇല്ലാതാകുന്നു, കൃഷികൾ ഇല്ലാതാകുന്നു. അങ്ങനെ കൃഷികളും പഴവർഗ്ഗങ്ങളും ഇല്ലാതായപ്പോൾ ജനങ്ങൾക്ക് ക്ഷാമം പിടിപെടുന്നു. ക്ഷാമം പിടിപെടുമ്പോൾ സ്വാഭാവികമായും ദാഹം വർദ്ധിക്കുമ്പോൾ, അതുപോലെ തന്നെ വിശപ്പ് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് വിശപ്പിന് ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ജ്യേഷ്ഠനാണ്, അനുജനാണ്, ഉമ്മയാണ്, വാപ്പയാണ്, അയൽവാസിയാണ്, മറ്റാണ് എന്നൊന്നും കാത്തു നിൽക്കൂല. എവിടെയാണോ ദാഹത്തിന് പരിഹാരമുള്ളത് അവിടെ പോയിട്ട് പിടിച്ചു പറിക്കേണ്ടി വരും. ആരുടെ കയ്യിലാണോ ഭക്ഷണമുള്ളത് അത് പിടിച്ചു പറിച്ച് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ജനങ്ങൾ തമ്മിലുള്ള കടിപിടിയും ജനങ്ങൾ തമ്മിലെ പിടിച്ചു പറിയും വർദ്ധിക്കും. ആ വർധനവ് കൂടി വരുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ആ ഫസാദ് അത് വ്യാപകമായി പോകും. ഒരു രാഷ്ട്രത്തിൽ ഒതുങ്ങി നിൽക്കുകയില്ല, 2 രാഷ്ട്രത്തിൽ ഒതുങ്ങി നിൽക്കുകയില്ല, അത് ലോകവ്യാപകമാകും. കാലാവസ്ഥാ നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാരുടെ അതിവിദഗ്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് 2ാം ലോക മഹായുദ്ധം പോലെ ഒരു യുദ്ധം ഇനി ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് കുടിവെള്ള പ്രശ്നത്തിലെ തർക്കത്തിന്റെ പേരിലായിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ വിധി എഴുതുമ്പോൾ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തിരിക്കുന്ന ദുഷ്ചെയ്തികൾ. ജനങ്ങളുടെ ദുഷ്ചെയ്തികൾ എന്ന് പറയുമ്പോൾ
അതിൽ എല്ലാ സംഗതിയും ഉണ്ട്. ഒരു സംഗതി മാത്രമല്ല. മനുഷ്യൻ മദ്യപിക്കുന്നതും വ്യഭിചരിക്കുന്നതും മാത്രമല്ല, മനുഷ്യന്റെ നിത്യജീവിതത്തിലെ എല്ലാം നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും എവിടേക്ക് കൊണ്ടുപോകുന്നു? ബാങ്കുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. പലിശയുടെ സ്ഥാപനമായ ബാങ്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രായമുള്ള ഉമ്മാമ, പലിശയുടെ സ്ഥാപനമായ ബാങ്കിൽ നിന്ന് ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത നിഷ്കളങ്കരായ നല്ല മനുഷ്യന്മാർ, അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബാങ്കിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ ഒരു ഉറുപ്പിക എടുക്കാനോ ഒരു ഉറുപ്പിക കൊടുക്കാനോ വിനിമയം സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ നോക്കൂ നിങ്ങൾ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കണം. ആരുടെ കയ്യിലും പണം കാണാൻ പാടില്ല. നിയമം വന്നില്ലേ? 1000 നോട്ട്, 500 നോട്ട് തുടങ്ങി ഒരു നോട്ടും കയ്യിൽ കാണാൻ പാടില്ല. ആ നോട്ട് കയ്യിലുള്ളവർക്ക് അത് കൊണ്ടുപോയി കൊടുത്താൽ അരി കൊടുക്കാൻ പാടില്ല. കടയിൽ അത് നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ പച്ചക്കറി കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തിട്ട് മാംസം കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തിട്ട് എണ്ണ കൊടുക്കാൻ പാടില്ല. ഒരു ഭക്ഷണ ഉൽപ്പന്നവും അതുകൊണ്ട് വാങ്ങാൻ അനുവദിച്ചുകൂടാ. നിയമം വന്നോ? വന്നില്ലേ? അഥവാ ഒരു കടക്കാരൻ, ഇയാൾ ഒരു സാധു മനുഷ്യനാണ്, ഇയാളെപ്പഞ്ഞി ഞാൻ ബാങ്കിക്ക് പറഞ്ഞേക്കണ്ട എന്ന് വിചാരിച്ചിട്ട് 1000 നോട്ട് വാങ്ങി അയാൾക്ക് അരി കൊടുത്താൽ ഉടനെ കടയിൽ കയറുകയാണ്. പഴയ നോട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കടകളെ കയറി ഇറങ്ങുകയാണ്. സെയിൽ ടാക്സ് ഓഫീസർ ഒരു ഭാഗത്ത്, ആദായ നികുതിക്കാർ മറ്റൊരു ഭാഗത്ത്, ഇൻകം ടാക്സ് മറ്റൊരു ഭാഗത്ത്, അങ്ങനെയുള്ള ടാക്സുകാർ മുഴുവനും കടകളിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിൽ പണമുണ്ട്, നമുക്ക് വിശപ്പുമുണ്ട്, ഭക്ഷണം ഇവിടെ കിട്ടാനുണ്ട്, വാങ്ങാൻ മാർഗമില്ല. ഇതെന്തൊരു അത്ഭുതമാണ്! പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയുടെ ജീവിതം കാഴ്ചവെക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട്. ഫസാദും ബാക്കിയുള്ളതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, എന്നാൽ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകൾ എത്രയോ ഇപ്പോഴും ഉണ്ട്. അത്രയുള്ള എത്ര ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത എത്ര സഹോദരി സഹോദരന്മാരുണ്ട്. ബാങ്കിൽ ഇതുവരെ കയറി ഇറങ്ങിയിട്ടില്ലാത്ത എത്ര ആളുകളുണ്ട്. ഇനി യാതൊരു രക്ഷയുമില്ല, ബാങ്കിൽ അക്കൗണ്ട് എടുത്തേ പറ്റൂ. നമുക്ക് ഗ്യാസ് കിട്ടാൻ ബാങ്കിലൂടെ പോകണം, നമുക്ക് കരണ്ട് കിട്ടാൻ ബാങ്കിലൂടെ പോകണം, നമുക്ക് റേഷാപ്പിൽ പോകാൻ ബാങ്കിലൂടെ പോകണം, നമുക്ക് ഏത് സംഗതികൾ നടക്കണോ, ഹോസ്പിറ്റലിൽ പോകുന്ന രോഗി മരുന്നിന് പണം കൊടുക്കാൻ അത് ബാങ്കിലൂടെ പോകണം. അപ്പോ എന്റെ കയ്യിൽ വന്നിരിക്കുന്ന പണം ഞാൻ അധ്വാനിച്ച ഹലാലായ പണമാണെങ്കിലും അത് പലിശ മുതലിൽ കയറി ഇറങ്ങിയിട്ട് എന്റെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യം പോകുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യകരങ്ങൾ ചെയ്തു വെക്കുന്ന ചില പ്രവൃത്തി കാരണത്താൽ ലോകം മുഴുവനും ഫസാദിലേക്ക് പോകുന്നത് കണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും ശിക്ഷ വരുന്ന തരത്തിലുള്ള ഫിത്നയെ നിങ്ങൾ കാക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ചെയ്തവർക്ക് മാത്രമല്ല ശിക്ഷ വരുന്നത്, പിന്നെയോ അതിന്റെ ശിക്ഷ വരുമ്പോൾ എല്ലാവരും ശിക്ഷയിലകപ്പെടുന്ന തരത്തിലുള്ള ഫിത്ന. ആ ഫിത്നയെ പറ്റി പറഞ്ഞുകൊണ്ട് കിതാബുകൾ രേഖപ്പെടുത്തി. എന്താണ് ആ ഫിത്ന? അത് രേഖപ്പെടുത്തിയെടുത്ത് തഫ്സീറുകൾ രേഖപ്പെടുത്തി. എന്താണ് ആ ഫിത്ന? ഇഖ്റാറുൽ മുങ്കരി. നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തപ്പോൾ, നമ്മുടെ അറിവിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദീൻ വെറുക്കപ്പെട്ട കാര്യം, ദീനിൽ തീരെ പൊരുത്തമില്ലാത്ത കാര്യം നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തകൻ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറയേണ്ടവർ പറഞ്ഞില്ല, ഉണർത്തേണ്ടവർ ഉണർത്തിയില്ല, ഉപദേശിക്കേണ്ടവർ ഉപദേശിച്ചില്ല. അങ്ങനെ ഒരു തലമുറ തെറ്റല്ലാതെ മനസ്സിലാക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ? ഇഖ്റാറുൽ മുങ്കരി.
ശറഅ് വെറുക്കപ്പെട്ട കാര്യങ്ങൾ രാജ്യത്ത് നടന്നപ്പോൾ ആരും അതിനെ എതിര് പറഞ്ഞില്ല, ആരും അതിനെ ഉണർത്തിയില്ല. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം സംഭവങ്ങൾ നാട്ടിൽ കാണാം നമുക്ക്. ഇങ്ങനെയുള്ള ഫിത്നകൾ വർദ്ധിച്ചപ്പോഴോ ഫിത്നയും ഫസാദും ചേർത്ത് നമ്മൾ ആ രണ്ട് ആയത്തും വെച്ചിട്ട് ഇങ്ങനെ പഠനം നടത്തിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എങ്ങനെ മഴ കുറഞ്ഞു? മരങ്ങളില്ലാഞ്ഞിട്ടാണ്. ശരി, ശാസ്ത്രീയമായ ആ പഠനങ്ങളൊക്കെ ശരി തന്നെയാണ്, മഴ വേണം. ഈ പ്രാവശ്യം മഴ 30% കിട്ടിയതിൽ ഏറ്റവും കുറഞ്ഞ മഴ കിട്ടിയ ജില്ല വയനാട് ജില്ലയാണ്. മരമില്ലായിട്ടാ. ഞാൻ മരം വേണ്ട എന്നതിനെയല്ല പറയുന്നത്, മരങ്ങൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർമ്മിക്കണം, ഫസാദുകളും ഫിത്നകളും വർദ്ധിച്ചു വരുന്നു. ഇപ്പോ ഏക സിവിൽ കോഡ് വാദം ഇങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ വലിയ ബേജാറും ബദ്ധപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷേ നടപ്പാക്കാത്ത ഏക സിവിൽ കോഡിലേക്ക് നമ്മളൊക്കെ നീങ്ങുന്നില്ലേ? നടപ്പാക്കാത്ത ഏക സിവിൽ കോഡ് നിങ്ങൾ നോക്കൂ. വസ്ത്രധാരണ രീതിയിൽ മുസ്ലിംകളും അല്ലാത്തവരും ഒരേപോലത്തെ വസ്ത്രധാരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏക സിവിൽ കോഡ് നമ്മൾ പ്രഖ്യാപിക്കാതെ നടപ്പാക്കുന്നില്ലേ? കുട്ടികൾ തലമുടി വെട്ടുന്നത് നോക്കിയാൽ ജാതിയും മതവും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരും തലമുടി ഒരുപോലെയാണ്. ഏക സിവിൽ കോഡ് നമ്മൾ നടപ്പാക്കുന്നില്ലേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മുടെ സംസ്കാരത്തിനും പരിഷ്കാരത്തിനും നമുക്ക് നിശ്ചയിക്കപ്പെട്ട റൂട്ടിനും നമ്മൾ സ്വയം പരിവർത്തനം വരുത്തുമ്പോൾ, ആഹാ നിനക്ക് അങ്ങനെ ഒരു രീതിയുണ്ടോ, എന്നാ പിന്നെ കാണിച്ചു തരാമെന്നോട് തന്നെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം സ്വയം പരിവർത്തനത്തിലേക്ക് ഒരു കല്യാണം, ആ കല്യാണത്തിന് സഭയിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ക്രിസ്ത്യാനികളുടെ കല്യാണം, മിനിഞ്ഞാന്ന് അവിടെ ഹൈന്ദവരുടെ കല്യാണം. ആ രണ്ട് കല്യാണവും അവരുടെ മതാചാരപ്രകാരം നടക്കുകയാണ്. നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവരുടെ മതാചാരപ്രകാരം അത് നടക്കട്ടെ. പിറ്റേ ദിവസം നടക്കുന്ന കല്യാണം ആരുതാണ്? അത് മുസ്ലിമീങ്ങളുടെ കല്യാണം. കല്യാണ മണ്ഡപത്തിൽ 2 കസേരകൾ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റേജും. ഇതുപോലത്തെ ഒരു ഉയർന്ന സ്റ്റേജ്, ആ സ്റ്റേജിൽ ഒരു വലിയ കസേര അപ്പുറത്ത്, ഒരു വലിയ കസേര അപ്പുറത്തും, 2 കസേര. സുബ്ഹാനല്ലാഹ്, ജോസഫും ലീലാവതിയും തമ്മിൽ കല്യാണം നടക്കുമ്പോൾ ലീലാവതി അപ്പുറത്തെ കസേരയിലും ജോസഫ് ഈ കസേരയിലും ഇരുന്നു. അവരുടെ 2 പേരുടെയും മതത്തിൽ അതിന് തടസ്സമില്ല. അപ്പൊ കല്യാണത്തിന് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു? അവര് പുതുമണവാളനെയും പുതുമണവാട്ടിയെയും ആശംസിക്കുന്നതിന് വേണ്ടി വരുന്നവരൊക്കെ വന്നിട്ട് ലീലാവതിക്കും കൈ കൊടുത്തു, ജോസഫിനും കൈ കൊടുത്തു. പിറ്റേ ദിവസം അവിടെ കല്യാണം നടക്കുന്നത് ആരുടേതാണ്? അത് കണാരൻ്റെതും സരോജിനിയുടേതുമാണ്. അവർ 2 പേർക്കും താലി കെട്ടുമ്പോൾ പെണ്ണ് അപ്പുറത്തെ കസേരയിലും പുരുഷൻ ഇപ്പുറത്തെ കസേരയിലും ഇരുന്നു. അവരുടെ മതാചാര പ്രകാരം അതിൽ യാതൊരു കുഴപ്പവുമില്ല, നടക്കട്ടെ, നമുക്കും സന്തോഷമേ ഉള്ളൂ. അവരവരെ മതമനുസരിച്ചല്ലേ. അവിടെ കയറി വരുന്ന ആളുകളൊക്കെ സരോജിനിക്ക് കൈ കൊടുത്തു, കണാരനും കൈ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിറ്റേ ദിവസം അവിടെ നടക്കുന്ന കല്യാണം ആര് തമ്മിലാണ്? അബൂബക്കറും ഫാത്തിമയും തമ്മിലാണ്. നൗഫലും അതുപോലെ തന്നെ ബുഷറയും തമ്മിലാണ്. നമ്മളും കൊണ്ടുപോയിട്ട് ഇരുത്താൻ തുടങ്ങി പുതിയ പെണ്ണിനെ ആ കസേരയിലും പുതിയ പെണ്ണിനെ ഈ കസേരയിലും. ജാതിയും മതവും വ്യത്യാസമില്ലാതെ പുതുനാരിക്കും പുതുമണവാളനും ഒരുമിച്ച് കൈ കൊടുത്തുകൊണ്ട് പോകുന്ന രംഗം നമ്മുടെ കല്യാണ മണ്ഡപങ്ങളിൽ മാപ്പിള സമുദായം നടത്തിക്കൊണ്ട് ഏക സിവിൽ കോഡ് നമ്മൾ പറയാതെ നടപ്പാക്കുന്നില്ലേ? നടപ്പാക്കുന്നില്ലേ? ജോസഫേട്ടന്റെയും കണാരേട്ടന്റെയും കല്യാണം നടക്കുമ്പോൾ ഓക്കെ, അവര് ഭക്ഷണമുണ്ടാക്കി. ആ ഭക്ഷണത്തിന് ബൊഫേ സിസ്റ്റമാണ്. അവരുടെ മതാചാര പ്രകാരം അതിന് യാതൊരു കുഴപ്പമില്ല. വന്നിട്ട് എന്ത് ചെയ്യുന്നു? ബൊഫേ സിസ്റ്റപ്രകാരം ഭക്ഷണം എടുക്കുന്നു. എടുത്തിട്ട് ഓരോരുത്തരും നടന്നിട്ട് കഴിക്കുന്നു, നിന്നിട്ട് കഴിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നിട്ടും നടന്നിട്ടും ഒക്കെ അങ്ങനെ കഴിക്കാം. അവർ കഴിച്ചോട്ടെ, അവരെ മതാചാര പ്രകാരം അതിനൊരു തെറ്റുമില്ല. നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവരവരെ മതാചാര പ്രകാരം നടത്തുകയാണ്.
നമ്മുടെ മുതലാളിക്കും കല്യാണം വന്നു. നമ്മളും എന്ത് ചെയ്തു? കല്യാണത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം ബൊഫേ സിസ്റ്റത്തിലാണ്. അവിടേക്ക് കയറി ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, നാട്ടിലെ പ്രഗത്ഭനായ ആള്, ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ വീട്ടിലെ വലിയ കല്യാണത്തിന് ബൊഫേ ഭക്ഷണം. അപ്പം മഹല്ലത്തിലെ ഖാദിയും മുദർരിസും 40 മുതഅല്ലിമീങ്ങളും ഇവർ ളുഹറൊക്കെ നിസ്കരിച്ച ഭക്ഷണത്തിനാണ് ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണം ബൊഫേ സിസ്റ്റമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഖാദിയാരും ഒരു പിഞ്ഞാനെടുക്കണം. എന്നിട്ട് ഖാദിയാരും അവിടുത്തെ ഖാദിയും മുദർരിസുമായ ഇദ്ദേഹവും എന്ത് ചെയ്യണം? ഒരു പ്ലേറ്റ് എടുക്കണം. ആ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് അയിന്നും കുറച്ച് ദീന്നും ഒക്കെ എടുത്തിട്ട് കസേര കിട്ടിയാൽ ഇരിക്കുക, ഇല്ലെങ്കിൽ നിന്ന് കഴിക്കണം. 40 മുതഅല്ലിമീങ്ങളും മുദർരിസും കൂടിയും അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഏക സിവിൽ കോഡിന് ഇനി വേറെ എവിടെയെങ്കിലും പോകണോ? മോഡിയുടെ ഭാഗത്ത് നിന്ന് ഏക സിവിൽ കോഡ് വന്നപ്പോഴേക്ക് ഇത്ര വലിയ ബേജാറന്റെ. നമ്മൾ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യകരങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് അല്ലാഹു തആല നിഅമത്ത് കൊടുത്തപ്പോൾ ആ നിഅമത്തിനെ മതിമറന്നുപയോഗിച്ചു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചെയ്തു തന്നപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ മറന്നില്ലേ? എന്നാൽ ഈ തരത്തിലുള്ള മുങ്കർ നമ്മളെ നാട്ടിൽ നടപ്പായി വരുമ്പോൾ പറയേണ്ടവർ പറഞ്ഞോ, ഉണർത്തേണ്ടവർ ഉണർത്തിയോ, നിർദ്ദേശിക്കേണ്ടവർ നിർദ്ദേശിച്ചോ, ഉപദേശിക്കേണ്ടവർ ഉപദേശിച്ചോ. ഇഖ്റാറുൽ മുങ്കരി, ശറഅ് വെറുക്കപ്പെട്ട കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നു, പറയേണ്ടവർ പറയുന്നില്ല. അതാണ് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. തഫ്സീറുകൾ എഴുതിയില്ലേ? അല്ലാമ ബൈളാവി അവിടെ എത്രയാണ് വിശദീകരിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബൈളാവി തങ്ങൾ അവിടെ വളരെ വിശദമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വത്തഖൂ ഫിത്നതൻ. എന്താണ് ഫിത്ന? ഫിത്നകളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫിത്നയാണ് ശറഅ് വെറുക്കപ്പെട്ട കാര്യം നാട്ടിൽ നടപ്പായി വരുമ്പോൾ അർഹതപ്പെട്ടവർ മിണ്ടുന്നില്ല, പറയേണ്ടവർ പറയുന്നില്ല, അത് ഉണർത്തേണ്ടവർ ഉണർത്തുന്നില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുന്നത്? അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കണം. അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളെ ചില കാരണന്മാരൊക്കെ പറയുമല്ലോ, ചില ആളുകളൊക്കെ ഖുതുബ മലയാളത്തിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഇവിടെ എന്തിൽ തന്നെയാണ്? മലയാളത്തിൽ തന്നെയാണ്. അപ്പോ മലയാളത്തിൽ പാടില്ല എന്ന കാര്യം അയാൾ എങ്ങനെയാ മനസ്സിലാക്കി? ഒരു ഹുക്മ് തന്നെ മാറിയിട്ടാണ് അയാൾ മനസ്സിലാക്കി വെക്കുന്നത്. ഇത് ചെറിയ സംഗതിയാണോ? നമ്മുടെ കുട്ടികൾക്ക് മുടി വെട്ടേണ്ടത് എങ്ങനെ? ഫാൻറ് ധരിക്കേണ്ടത് എങ്ങനെ? പർദ്ദ ധരിക്കേണ്ടത് എങ്ങനെ? വസ്ത്രം ആണുങ്ങളുടേത് എന്ത്, പെണ്ണുങ്ങളുടേത് എന്ത് ഒക്കെ നിയമമില്ലേ, വകുപ്പില്ലേ? ഭക്ഷണത്തെക്കുറിച്ച് വകുപ്പില്ലേ? ഏതിനെക്കുറിച്ചാണ് ശറഅ് പറഞ്ഞിട്ടില്ലാത്തത്? പക്ഷേ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹല്ല് നേതൃത്വം, പണ്ഡിത നേതൃത്വം, അങ്ങനെ കാരണവന്മാരുടെ നേതൃത്വം ഒരു കൂടിയിരുന്ന് ആലോചിക്കുകയോ, ഇങ്ങനെയുള്ള മുങ്കറാത്തുകൾ നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ, ശറയിൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ, ആ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പറയേണ്ടവർ പറഞ്ഞില്ല, ഉണർത്തേണ്ടവർ ഉണർത്തിയില്ല, ഉപദേശിക്കേണ്ടവർ ഉപദേശിച്ചില്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട ഉപദേശം നൽകുന്നുവെങ്കിൽ അവർക്ക് യാതൊരു വിലയും നിലയും കൽപ്പിച്ചില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഭൂമുഖത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ. ആ മഴ അള്ളാഹു തആല അവിടെ നിർത്തിവെക്കുകയാണ്. അത് നിർത്തിവെച്ചാൽ ഭൂമിയിൽ ഒരു ചെടി മുളക്കുകയില്ല, ഒരു പഴം ഉണ്ടാവുകയില്ല, തീർച്ചയായും ഇവിടെ കൃഷികൾ ഉണ്ടാവുകയില്ല. 3 തരം മണ്ണാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഒന്ന് നമ്മുടെ പറമ്പിലെ മണ്ണ്, ഒന്ന് നമ്മുടെ പാടത്തും പൊയിലും ഒക്കെ ഉള്ള മണ്ണ്, മറ്റൊന്ന് നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള മണ്ണ്. പാടത്തും പൊയിലും ഒക്കെ ഉള്ള മണ്ണ് ഔത്തർച്ചി മാതിരിയുള്ള മണ്ണാണ്. അത് വേഗം മനസ്സിലാക്കാൻ പറഞ്ഞതാണ് ഞാൻ. ഈ ഔത്തർച്ചി മാങ്ങയും കുരു എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എപ്പോൾ തൊട്ട് നോക്കിയാലും അതിങ്ങനെ പുളുപുളുവാനൊക്കെ. അത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങളെ വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒട്ടേറെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫിൽറ്റർ നടത്തുകയാണ് അതിൻ്റെ അപ്പുറത്ത് കിഡ്നി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ സമയത്ത് നമ്മുടെ ഇറച്ചി, ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇറച്ചിയും എല്ലോ
അതിൻ്റെ ഡ്യൂട്ടി വേറെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പൊയിലും പാടത്തും ഒക്കെ ഉള്ള ഈ പുളുപുളേനുള്ള ഈ മണ്ണുണ്ടല്ലോ, ചളിമണ്ണ്, ആ ചളിമണ്ണ് ഇവിടെ നിലനിന്നാൽ അതിൻ്റെ പരിസരത്ത് ഈ കൊല്ലം പെയ്ത മഴ, ആ മഴ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്ന് വീഴാൻ തുടങ്ങിയാൽ ആവശ്യമുള്ള അത്ര അടുത്ത വർഷത്തെ മഴ വരുന്നത് വരെ ആവശ്യമുള്ള അത്ര മഴ ഈ പാടത്തും പൊയിലിലും ഉള്ള ചളിമണ്ണ് ശേഖരിച്ചു വെക്കും. ശേഖരിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ അപ്പുറത്തെ കിണറ്റിലേക്ക്, ഇപ്പുറത്തെ കുളത്തിലേക്ക്, അപ്പുറത്തെ തോട്ടിലേക്ക് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ കൊടുക്കും. ഇതാണ് ആ മണ്ണ് ചെയ്യുന്ന ഡ്യൂട്ടി. നമ്മുടെ പറമ്പിലുള്ള ഉറച്ച മണ്ണുണ്ടല്ലോ, ആ മണ്ണിലേക്ക് മഴ പെയ്താൽ ആ മണ്ണിലെ മഴ അപ്പം തന്നെ ഒരൊറ്റ ഒഴുകിപ്പോക്കാണ്. ആ പോക്കാണ് പോകും, ഒന്നിനെ അവിടെ പിടിച്ചു നിർത്തൂല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു തുള്ളി മണ്ണും ഒരു തുള്ളി വെള്ളവും പിടിച്ചു നിർത്താത്ത പറമ്പിലെ മണ്ണ് എടുത്തിട്ട് നമുക്ക് ജലം ശേഖരിച്ചു വെക്കേണ്ട ഔത്തർച്ചയാകുന്ന പാടത്തെ മണ്ണിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് ലഹറൽ ഫസാദു ഫിൽ ബജ്ജി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. നമ്മൾ ഫസാദ് ഉണ്ടാക്കിയില്ലേ? ഇന്നലെ കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ മലപ്പുറം ജില്ലാ കലക്ടർ പറയുന്നു ഒരു പുതിയ മുദ്രാവാക്യം, എൻ്റെ മഴ എൻ്റെ കിണറ്റിലേക്ക്. അതാണ് പുതിയ മുദ്രാവാക്യം, എൻ്റെ മഴ എൻ്റെ കിണറ്റിലേക്ക്. ആ എൻ്റെ മഴ എൻ്റെ കിണറ്റിലേക്ക് എന്ന മുദ്രാവാക്യത്തിന് എന്താണ് ഇനി നടപ്പാക്കാൻ എന്താ വേണ്ടത്? എൻ്റെ പറമ്പിൽ പെയ്യുന്ന മഴ മറ്റ് ദൂരത്തേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ മഴ പെയ്യുന്ന സ്ഥലത്ത് നല്ല കുഴിയുണ്ടാക്കുക. ആ കുഴി കഴിയുന്നതും കിണർ കുത്തിയതിൻ്റെ ഭാഗത്തേക്കാക്കുക. എന്നിട്ട് കുഴിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കിണറ്റിലേക്ക് കുറേശ്ശെ ഈ കുഴി കൊടുക്കട്ടെ. പണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രം 50 ലക്ഷം കുളങ്ങളുണ്ടായിരുന്നു. കേരളത്തിന്റെ കണക്കിൽ 50 ലക്ഷം കുളങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. പള്ളിപ്പറമ്പിലെ കളം, നമ്മുടെ ക്ഷേത്രക്കുളം, പള്ളിക്കുളം, അവിടെ കുളം, ഇവിടെ കുളം ഒക്കെ, ആ കുളങ്ങളൊക്കെ തീർത്തു. ഒക്കെ നമ്മൾ പറമ്പിലെ മണ്ണ് വാരിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടു. ജലം ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ വെള്ളം നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ കരങ്ങളെ കൊണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അണ്ടങ്ങൾ റബ്ബറിന് ഇങ്ങനെ അങ്ങോട്ട് വില കൂടിയപ്പം യാതൊരു ദയയില്ലാതെ തെങ്ങാണ് മുറിച്ച്. ഒരു ദയ കാണിച്ച നമ്മൾ തെങ്ങിനോട്. ഏതാണ് ഈ തെങ്ങ്? സുബ്ഹാനല്ലാഹ്, എത്ര കാലം നമ്മളെ വാപ്പാനെ പോറ്റിയ മരാണത്, നമ്മളെ ഉമ്മാനെ പോറ്റിയ മരാണത്, നമ്മളെ ഗർഭം ധരിക്കണ സമയത്ത് ഉമ്മാക്കൊരു ആരോഗ്യത്തിന് കിട്ടിയ മരാണത്. പടച്ചോനെ, ആ തെങ്ങിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാധനമല്ല. തെങ്ങിങ്ങനെ മൂത്ത് റെഡിയായാൽ തെങ്ങിൻ്റെ തടിമരം നല്ല സാധന, തെങ്ങിലുണ്ടാകുന്ന ഓല നല്ല മുതല, അല്ലേ? തെങ്ങിൻ്റെ പട്ട നല്ല മുതല, തെങ്ങുമത്തെ തേങ്ങൻ്റെ ചെകിരി, തേങ്ങൻ്റെ ചിരട്ട, തേങ്ങൻ്റെ ഏതാ ഒഴിവാക്കേണ്ടത്? തേങ്ങൻ്റെ 2 ഓല തമ്മിൽ കോർക്കണ ഈർക്കിളി പോലും പല്ല് കുത്തൽ മുതൽ അടിച്ചേരൽ വരെ ഒഴിവാക്കേണ്ട ഒരു സാധനവും അയിമല്ല. അങ്ങനത്തെ തെങ്ങിൻ്റെ മുരട്ട് കത്തിയാണ് വെത്തിച്ച് ഒന്നായിട്ടാണ് മുറിച്ച് കളഞ്ഞിട്ട് അവിടെയാണ് വെച്ചു ദബ്ബർ. അല്ലേ? പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മാഷി ചോദിച്ചു, വലിച്ചാൽ നീളുന്നതും വിട്ടാൽ ചുരുങ്ങുന്നതുമായ ഒരു സാധനത്തിൻ്റെ പേര് പറയാറ്. അപ്പം മൂസ പറഞ്ഞു ദബ്ബർ. അപ്പം ആ ദബ്ബറാണ് വെച്ചു നമ്മൾ. ഇപ്പോഴോ തെങ്ങ് പോകേണ്ട വഴിക്ക് പോവുകയും ചെയ്ത് റബ്ബർ ഇങ്ങനെ ഇങ്ങനെ തല പൊന്തി വരുന്നുള്ളൂ. അപ്പത്തിന് റബ്ബറിൻ്റെ ഇപ്പാർക്കും റബ്ബർ വേണ്ട. റബ്ബറും തയ്യൊക്കെ ഇങ്ങനെ വന്നീന റബ്ബറും തയ്യ് ഇപ്പോൾ റബ്ബറും തോട്ടത്തിൽ കൂടെ പോയി നോക്കി ആ പായരക്കുടിയിലെ വളഞ്ഞിക്കോലും അല്ലെ ഓരോരോ തജ്ജ് നിൽക്കണ കണ്ടാൽ ഇപ്പം ആർക്കും വേണ്ട. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു നിധിയുണ്ട്. അതിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിക്കണം. ഒരു രാജ്യത്ത് എത്ര സ്ഥലത്ത് പൊയിൽ വേണം, എത്ര സ്ഥലത്ത് വയൽ വേണം, എത്ര സ്ഥലത്ത് പറമ്പ് വേണം, എത്ര സ്ഥലത്തൊക്കെ മല വേണം, ഇതൊക്കെ അറിയുന്ന റബ്ബ് ഇതിനെപ്പറ്റിയൊക്കെ ശരിക്കും തയ്യാറാക്കിയിട്ട് തന്നതാണ് കുട്ടശ്ശേരി ഗ്രാമം, കൂറ്റമ്പാറ ഗ്രാമം. അങ്ങനെ ഓരോ സ്ഥലവും അവിടെ നമ്മൾ അമിതമായി നമ്മുടെ കൈകടത്തൽ,
നമ്മുടെ കൈകടത്തൽ മിതമായതല്ല, അമിതമായ കൈകടത്തലുകൾ നടത്തിയപ്പോഴോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചു വച്ചിരിക്കുന്ന കാരണങ്ങളെ കൊണ്ട്. ഇനി അവിടെ അൽ ഇസ്തിഅദാദ് ലിയൗമിൽ മആദ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾക്ക് ഒരു ചെറിയ കിതാബുണ്ട്. അതിൽ കാണാം വേറൊരു അർത്ഥം. എന്താണത്? ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അൽ ഇസ്തിഅദാദിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഇവിടെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ബർറ് ബഹർ അതേതാണ്? അൽ മുറാദ് ബിൽ ബർരി വൽ ബഹരി. അതുകൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ബർറ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നാവാണ്, ബഹർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൽബാണ്. നമ്മുടെ കൽബ് എപ്പോഴും ഫസാദുകളെ കൊണ്ട് നിറഞ്ഞു, അസൂയ കൊണ്ട് നിറഞ്ഞു, കുയിന്തു കൊണ്ട് നിറഞ്ഞു, പോര് കൊണ്ട് നിറഞ്ഞു, ബിദ്അത്ത് കൊണ്ട് നിറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മളെ കൽബ് ഭൂമിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുകങ്ങളെ കൊണ്ട് നിറഞ്ഞു. അവന്റെ വീടിനേക്കാൾ നല്ല വീട്, അതിനേക്കാൾ നല്ല വീട്, ഓന്റെ വീടിനേക്കാൾ ഉയർന്നു നിൽക്കാൻ വീടിന്റെ മേലെ ഒരു ഉപകാരം ഇല്ലെങ്കിലും വേറെ സൈസ് അങ്ങോട്ട് ചെരിച്ചു വെച്ചിട്ട് അങ്ങോട്ടൊന്ന്, അതിന്റെ മേലെ ഇങ്ങോട്ടൊന്ന് മത്സരങ്ങൾ നടന്നു. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തേക്ക് ജനിച്ചു വീണിരിക്കുന്ന കുട്ടികൾക്ക് ഈ കൗതുകം കാണുമ്പോൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആഡംബരത്തിൽ ആകൃഷ്ടരായി നമ്മളെ കൽബ് മുഴുവനും അസൂയയുടെ കൽബാവുകയാണ്. അല്ലാ നമുക്കതൊരു നിഅമത്ത് തന്നാൽ വീട് നന്നാക്കണ്ട, ചെരുപ്പ് നന്നാക്കണ്ട, കാറ് വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെയോ മത്സരങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായും സാധിക്കാത്തവരും തീരെ പട്ടിണി കിടക്കുന്നവരും മത്സരത്തിൽ പങ്കാളിയാവുകയാണ്. ആ മത്സരത്തിൽ പങ്കാളിയാകുമ്പോൾ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ കൽബാണ് ബഹർ. ആ ബഹർ ഫസാദായപ്പോൾ ആ ബഹറിൽ ഉദിക്കുന്ന ആശയമാണ് നാവാകുന്ന ബറിലൂടെ വരാൻ പോകുന്നത്. അപ്പൊ ബറും കേടുവന്നു. കൽബ് ഫസാദായാൽ പിന്നെ നാവ് ഫസാദാകാൻ എവിടെയെങ്കിലും പോണോ? കൽബ് ഫസാദായാൽ പിന്നെ നാവ് ഫസാദാകാൻ എവിടെയെങ്കിലും പോണോ? അൽ ബഹ്റു അത് കൽബാണ്, അൽ ബർറു അത് മനുഷ്യന്റെ നാവാണ്. കൽബ് ഫസാദായപ്പോൾ നാവും ഫസാദായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അറിയുന്നതല്ലേ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു. ഉമ്മമാർ, സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഒരു അടുക്കള കൃഷി പടച്ചോനെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അതായത് പടച്ചോൻ ഭാഗത്തിന് കൂലി കിട്ടും എന്ന് കരുതിയിട്ട് ചെയ്യണം. കൃഷിക്ക് അങ്ങനെ ഒരു മഹത്വം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഉപകാരമുള്ളത് ചെയ്യണം, വേണ്ടേ? ഇപ്പം നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ള ഈ ചെടികളുണ്ടല്ലോ, എന്ത് ചെടിയാണ് ഇതിന് പറയാം? ഒന്ന് ബുഷ്, പിന്നെ മറ്റേതാ ഈ ബുഷും അതിനോടനുബന്ധിച്ചുള്ള ചെടികളുണ്ടല്ലോ, ആ ചെടികളൊക്കെ കാഴ്ചക്ക് മാത്രമേ പറ്റുള്ളൂ. ഏതുമാതിരി? നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ മൈസൂർ പഴം കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ തക്കാളി കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ ഏത് കിട്ടും? നമ്മൾ ആപ്പിൾ കിട്ടും. ഒരു ഡസൻ മൈസൂർ പഴം പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ട് കണ്ണാടി അലമാരിയിൽ ഇങ്ങനെ വെച്ചു. അപ്പോഴാണ് നമ്മളെ പുതിയാപ്പിള കയറി വന്നത്. ഓന് കാലിച്ചായ കൊടുക്കല്ലാതെ ഇതിൽ നിന്നൊന്ന് കടി കൊടുക്കാൻ പറ്റുക? ഒരു ഡസൻ തക്കാളി നമ്മളെ കണ്ണാടിയിൽ ഇങ്ങനെ വെച്ചിക്കണേ അല്ലേ? നമ്മളെ മരുവന് ഒരു തക്കാളി മുറിച്ചങ്ങാണ്ട് ഒരു ചമ്മന്തി അരച്ചു കൊടുക്കാൻ നമുക്ക് ഒരു തക്കാളി കൂട്ടാണ്ടാക്കലുണ്ടല്ലോ അമ്മക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് ഒന്നും കജൂരാന്ന് കണ്ടാൽ തക്കാളിൻ്റെ കുത്തിച്ചാലിച്ചിങ്ങാണ്ട് എന്താക്കല്? അല്ല, ഒരു പച്ചമുളക് ഇട്ടുങ്ങാണ്ടൊന്നാട് ആക്കിയിട്ട് അതിന് പഴയ കാലത്തെ പേര് അന്നന്തള്ളി എന്നാണ്. അതല്ലേ, ആ ചൂടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് കൂട്ടി അരച്ചിട്ടാണ് ഉണ്ടാക്കിയ ഒരു ഉരുളൻ്റെ വേറെ 2-3 ഉരുളയാണ് പോയിട്ട് പിന്നെ മറ്റേത് തൊട്ടുകൂട്ടാൻ കൂടെ ഉള്ളൂ. അതാണ് ഈ അന്നന്തള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പച്ചമുളകും ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെത് കിട്ടും. പക്ഷേ ചമ്മന്തി അരക്കാൻ കൂടി പറ്റുമോ? പറ്റൂല. ഒക്കെ ഇങ്ങനെ കൊണ്ടേക്കാനേ പറ്റുള്ളൂ. എന്ന മാതിരി ഈ ചെടി ബുഷ് ചെടിയാണ്, മറ്റേത് അതിൻ്റെ ഒപ്പമുള്ള ചെടിയാണ്. ഈ ചെടികളൊന്നും നമ്മുടെ വായു ശുദ്ധീകരണത്തിൽ ഒരു പങ്കും അതിനില്ല. നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക്
വീടിൻ്റെ പരിസരത്ത് ചെടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് നല്ല വായു വരിക എന്നുള്ളതാണ്. അതിന് ഇതിൽ നിന്ന് ഒരു പങ്കുമില്ല. ഞാൻ നിങ്ങൾക്കത് വേഗം മനസ്സിലാണോ? ഇല കടിക്കാത്ത ഒരാടില്ല. ഏത് ആടും പച്ച ഇലയാണ് കണ്ടാൽ ഒന്ന് കടിച്ചു. നിങ്ങൾ ഈ ബുഷ് ചെടി അടക്കമുള്ള ഈ ആടിനെ വിട്ടുനോക്കാണ്, ഒറ്റ ആടും തൊട്ടു നോക്കൂല. ആടിനറിയാം ഇത് ബുഷാണ്, ഇതിനോട് കളിച്ചണ്ട, നമുക്ക് എല്ലാവരും. അല്ലെങ്കിൽ ചില വിഷയത്തിലൊക്കെ നമ്മളെക്കാട്ടിലും ബുദ്ധി ഇപ്പം മൃഗങ്ങൾക്കാണോന്ന് തോന്നിപ്പോ. നമ്മളെ നിലമ്പൂരുണ്ട് ഒരു ചുമര്, ആ ചുമരുമ്പലുണ്ട് ഒരു സിന്ധി പശുവിൻ്റെ ഫോട്ടോ. എന്താണ് ആ പശുവിൻ്റെ കണ്ണും മോറും അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ പടങ്ങനെ, എന്താ നല്ല കാഴ്ചയുള്ള ഒരു പശു, ഒരു സിന്ധി പശുവിൻ്റെ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ചുമരുമ്പോൾ ആഴ്ചയിൽ ഈ സിനിമൻ്റെ പോസ്റ്റർ ഇങ്ങനെ മാറ്റി വെക്കണത്. എന്നാൽ ഈ സിനിമൻ്റെ പോസ്റ്റർ മാറ്റി ഒട്ടിച്ചാൽ നമ്മളെ കുട്ടികളെ ഇങ്ങനെ വന്ന് നോക്കിക്കണതാണ്. എന്നാൽ ഈ സിന്ധി പശുവിനെ കണ്ടിട്ട് ഒരു മൂരി നോക്കിക്കണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം മൂരിയേക്ക് വരെ അറിയാം ഈ ചുമരുമത്തെ പോട്ടം കണ്ട് നേരം കളയണ്ട അല്ലേ. നമ്മളിപ്പോൾ ഇതാവക്കായത്തി ഓതിയിട്ടില്ലെങ്കിലും തബാറക്ക ഓതിയിട്ടില്ലെങ്കിലും യാസീൻ ഓതിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ സ്ക്രീനിൽ ഇങ്ങനെ പോട്ടം കാണുമ്പം അത് കണ്ടു കുത്തിരിക്കാൻ എല്ലാവർക്കും വലിയ കൗതുക അല്ലേ. ഒന്നിങ്ങനെ കാണിച്ചിട്ട് തുടരും. എന്താ തുടരല്? നിങ്ങൾക്ക് ഞാൻ തുടർത്തി തരണം. അല്ലാഹു റബ്ബി, ഞാനൊരിക്കല് ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് തലശ്ശേരിക്ക് പോവുകയാണ്. അപ്പോൾ കൊയിലാണ്ടി ഇങ്ങനെ എത്തിയപ്പോൾ ഒരു പെണ്ണും കുട്ടിയും ബസ് കയറി. ഇറ്റേക്ക് സീറ്റ് കിട്ടണില്ല. ബസ് ഇങ്ങനെ ഡ്രൈവർ ചവിട്ടുമ്പോൾ പെണ്ണും കുട്ടിയും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളൊന്ന് നോക്കി. ഓനും കൂടി എഴുന്നേൽക്കുകയാണെച്ചാൽ ഈ സ്ത്രീക്കും കുട്ടിക്കും സീറ്റ് കൊടുക്കാന്നുള്ള നിലയ്ക്ക് ഓൻ സഹകരിക്കണ കണ്ണും മോറും അല്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ചെറിയ കുട്ടിനെ പിടിച്ചിക്കണം അമ്മാനോട്, ആ കുട്ടിനെ മെല്ലെ എൻ്റെ അടുത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് അതിനോട് വാങ്ങി ഓൻ്റെ ഇന്ത്യയും കൂടി നടുവിൽ ആ ചെറിയ കുട്ടിനെ അവിടെ ഇരുത്തി. 3 വയസ്സായിട്ടുണ്ടാവും. ആ കുട്ടിനെ ഇങ്ങനെ ഇരുത്തി. കുറച്ചാണ് പോയി ബസ് പോയി. വടകര കഴിഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്, ഒരു സ്റ്റോപ്പുണ്ട്, കൈനാട്ടിയിലെത്തിയപ്പം ബസ് നിർത്തി. ബസ് നിർത്തിയപ്പോൾ നിങ്ങൾക്ക് കേൾക്കണം, ഈ പെണ്ണ് ഇറങ്ങാണ്. ഈ പെണ്ണ് ഇറങ്ങുമ്പം കുട്ടിഞ്ചെരുത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മായി നിങ്ങളെ കുട്ടീനെ കൊണ്ടുപോകണേ. ഇഞ്ച കുട്ടിയല്ല മൂല്യാരെ, നിങ്ങളതേക്കാരെന്നാണ്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല നിങ്ങളിപ്പോൾ വേഗം ചിരിച്ചല്ലോ. ഇൻ്റെ കുട്ടിയല്ല നിങ്ങളെ കുട്ടിയേക്കാരെന്നാണ്. പടച്ച തമ്പുരാന്. ഞാൻ പറഞ്ഞു, അല്ല മനസ്സിലത്തെ നിങ്ങളെ കുട്ടിയല്ലത്, നിങ്ങളെ ഞാൻ ഈ കുട്ടി ഇങ്ങനെ കരുതിയിടുന്നപ്പം ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയതല്ലേ, നിങ്ങളെ കുട്ടിയല്ലത്. ഇൻ്റെ കുട്ടിയല്ല നിങ്ങളെ കുട്ടിയേക്കാരൻ, എനിക്ക് കുട്ടിയൊന്നും വേണ്ട. പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ബസ്സിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ടതല്ലേ ഈ കുട്ടീനെ ഞാൻ വാങ്ങണത്. അപ്പോൾ ആൾക്കാർക്കും സംശയം, ഇത് അത് നമ്മളെ 2 പെണ്ണുങ്ങളൊറ്റാണോ 3 പെണ്ണുങ്ങളൊറ്റാണോ എന്തൊക്കെ പല സംഗതികളും ഉള്ളതല്ലേ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാന്നല്ലാതെ ആരും ഒരു അനുകൂലം പറയണില്ല. ഞാൻ വേഗം ഓടിച്ചെന്ന് അവൾ ഡ്രൈവറോട് പറഞ്ഞ്, ആ പെണ്ണിൻ്റെ കുട്ടിയാണിത്, ബസ് വിടാൻ പറ്റൂല. ഡ്രൈവർ സഹകരിച്ച് ബസ് അവിടെ നിർത്തിച്ചു. ബസ് അവിടെ നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്. അപ്പോഴേക്ക് ഭാഗ്യത്തിന് പോലീസ് വണ്ടി അവിടെ എത്തി. എന്നിട്ടുള്ള സംഭവം തുടരും. ബാക്കി അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. നിങ്ങളൊക്കെ സ്വീപ്പായില്ലേ? പക്ഷെ അതന്നെയാണ് വേണ്ടത്. അസീനാർ സക്കാഫി പറഞ്ഞ എന്താ, നിങ്ങൾ നീർച്ചൻ്റെ ഭക്ഷണം ഒക്കെ പൊതിഞ്ഞ് റെഡി ആയിക്കണം. എനിക്ക് ഭക്ഷണം കിട്ടി, അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന കുട്ടികളെ അടുത്ത് കൂടെ ഒക്കെ പോയി നോക്കി. അപ്പോൾ ഒരു പൊതിയിൽ ഇറച്ചി, അതേ പൊതിയിൽ തന്നെ ചോറും,
ഞാനിങ്ങനെ പൊതി കണ്ടപ്പം വിചാരിച്ച് ചോറന്നെ ഉള്ളൂ. പണ്ട് വല്യമ്മ പറഞ്ഞില്ലേ ചോറാണ് വെച്ചാൽ തന്നെ ഇറച്ചി ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയാണോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇറച്ചിയും ചോറും തന്നെ ഉണ്ട്. അപ്പം ഇൻഷാ അള്ളാ ഏതാനും മിനിറ്റുകൾക്കകം ഇറച്ചിയും ചോറും അതും വരും, തങ്ങൾ പാപ്പ അതും വരും. പിന്നെന്താ നമ്മൾ ബേജാറാകേണ്ട കാര്യം? അപ്പം അള്ളാഹു തആല ഖൈർ നൽകട്ടെ. അപ്പം നമുക്ക് തുടരും. ബാക്കി നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ അടുത്ത ആഴ്ച വരെ കാത്തിക്കും, അല്ലെങ്കിൽ ഒരു കൊല്ലം കാത്തുന്നോളി. പിന്നെ അടുത്ത ഉറൂസിന് പറയാം, തുടരും. നിങ്ങൾ നോക്കി നിങ്ങൾ ആളെ സ്വീപ്പാക്കി. ഇപ്പം നിങ്ങളൊക്കെ മനസ്സിൽ പടച്ചോനെ ആ പെണ്ണ് ഏതാണാവോ? കൂറ്റമ്പാറസ്താദാളെ പോയി സ്വീപ്പാകേണ്ടത്. എന്തപ്പം നമുക്ക് ചെയ്യാം? നിങ്ങളൊക്കെ സ്വീപ്പായോ അല്ലേ? അവിടെ കട്ടെ തുടരും. ഈ തുടരും എന്ന കഥക്ക് വേണ്ടി നമ്മളെ ഇതാവക്കായത്തി ഒഴിവാക്കി, ഇതിനു വേണ്ടി നമ്മളെ അർറഹ്മാൻ ഒഴിവാക്കി, ഇതിനു വേണ്ടി നമ്മളെ യാസീൻ ഒഴിവാക്കി. ഇനി ഏതായാലും ഞാൻ നിങ്ങളെ സ്വീപ്പാക്കണില്ല. നിങ്ങൾക്കൊരു സംഗതി കേൾക്കണോ? ഈ ഒരവസ്ഥയിൽ പോലീസ് വണ്ടിന് വന്ന് നിർത്തി. അപ്പോഴാണ് നമ്മളെ ജുമാഅത്ത് പള്ളിക്കന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം ബാങ്കാണ് കൊടുത്തു. നിങ്ങൾ വിചാരിച്ചത് നേരാണ്? ഇത് ഞാൻ ഉറക്കത്ത് കണ്ട വിവരാണ്. തുടരും കഴിഞ്ഞില്ലേ? അതിൻ്റെ എല്ലാ ഒതുവും മുറിഞ്ഞില്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളെ അടുത്ത ആഴ്ച തുടരും, പിറ്റത്തെ ആഴ്ച തുടരും, പിറ്റത്തെ ആഴ്ച തുടരും. 21-ാം പ്രാവശ്യം 21-ാമത്തെ തുടർച്ചയിൽ കിട്ടുന്ന വിവരം എന്താണ്? ഉറക്കത്തിൽ നിന്നാണെന്നോ എന്നാണ്. ഇതിനാണ് ഇപ്പം ഇതുവരെ സ്വീപ്പായത്. ഇതിനും വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട സംഗതിയാണോ ഇതാവക്കായത്തിൽ വാക്യ? ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ട സംഗതിയാണോ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം? ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണോ നമ്മുടെ ഹദ്ദാദ്? ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിനെ കുറിച്ച് വായിക്കാൻ ഈ പുസ്തകം എൻ്റെ ഹസൈനാർ സക്കാഫി എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നതേ ഉള്ളൂ. തന്ന ഉടനെ ഞാൻ ഇതിൻ്റെ പേജുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ നിസ്കാരം എന്ന ബാബു എത്തി. അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ സദാസമയവും നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നില്ല. പക്ഷേ ചെയ്യുന്ന നിസ്കാരം ഏറെ അത്ഭുതം തോന്നിക്കുന്നതാണ് സയ്യിദ് മുസ്ലിയാരുടേത്. ഇടവും വലവും അറിയില്ല. ഭൂമിയിൽ അദ്ദേഹം നിൽക്കുന്നത് അറിയാത്ത അത്ര താഴ്മയിലാണ്. അവസ്ഥ തന്നെ മാറുന്നു. മൂപ്പര് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നതിനെ പറ്റി മൂപ്പർക്ക് അറിയില്ല. നിസ്കാരം കഴിയും മുമ്പ് സമീപത്ത് നടന്നതിനെ കുറിച്ച് ബോധമുണ്ടാവില്ല. തല താഴ്ത്തി ഇലാഹിൽ മനസ്സുറച്ച് ദീർഘധ്യാനം തന്നെ കാട്ടിക്കൂട്ടി തീർക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ടവരെ നിസ്കാരത്തിന് പരിചയമില്ല. സുന്നത്ത് നിസ്കാരവും ഫറളും വേർതിരിച്ചറിയില്ല. ആ രൂപത്തിലാണ് നിസ്കാര രീതി. നിസ്കരിക്കുന്നവരെ എല്ലാം പൂർണ്ണ നിബന്ധന പാലിച്ച് സാവധാനത്തിൽ മാത്രം ഓതുന്ന ആയത്തുകളിൽ ചിന്താന്മഗ്നനായി ആണ്ടുപോകുന്ന ഉസ്താദ് ഒരു ദിവസം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. വല്ലൈലി സൂറത്താണ് ഒരിക്കൽ ഇമാമത്ത് നിൽക്കുമ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ ഇമാമത്ത് നിൽക്കുമ്പോൾ വല്ലൈലി സൂറത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് ഫഅൻദർതുകും നാറൻ തലല്ലാ, വിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് അങ്ങോട്ട് ഓതിയപ്പോൾ ഫഅൻദർതുകും നാറൻ തലല്ലാ, സുബ്ഹാനല്ലാഹ്, മനുഷ്യനെ ഒട്ടാകെ കാർന്ന് തിന്നാനുള്ള ആർത്തിയോടുകൂടെ ആർത്തിരമ്പി വരുന്ന തീ, അതാണ് നാറൻ തലല്ലാ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീ. ആ തീ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ സുബ്ഹാന ജല്ല ജലാലു ഇസ്രായേൽ പ്രദേശത്ത് ഒരു സ്ഥലത്ത് അങ്ങോട്ട് തീ പിടിച്ചപ്പോൾ ആ തീപിടുത്തം അങ്ങോട്ട് വ്യാപിച്ചു. തീ ആ പ്രദേശത്തെ ഒന്നാകെ നക്കി തുടച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാർ, എത്ര കെട്ടിടങ്ങൾ, എത്ര വലിയ വലിയ ബിൽഡിങ്ങുകൾ, എത്ര കൃഷിയിടങ്ങൾ, സുബ്ഹാന ജല്ല ജലാലു. ഒട്ടാകെ ആ തീ അങ്ങോട്ട് ആളിക്കത്തുന്ന തീ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ ഇതിന്റെ എത്ര ഇരട്ടി ചൂടുള്ളതാണ് നാറൻ തലല്ലാ എന്ന നരകത്തിന്റെ തീ. ആ നരകത്തിന്റെ തീയിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിയാർ ഫഅൻദർതുകും നാറൻ തലല്ലാ ഈ ആയത്തങ്ങോട്ട് ഓതിയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. മുഅ്മിനീങ്ങളായ ആളുകൾ മുഴുവനും പിന്നീട് ഇങ്ങനെ കേൾക്കുന്നത് അല്ലാ അല്ലാ, ഒരു ഏങ്ങൽ മാത്രമാണ് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആ ആയത്തിനെ കുറിച്ച് അങ്ങോട്ട് ഓതിയപ്പോൾ ബഹുമാനപ്പെട്ടവർ ഭയന്ന് കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മഹാൻ അല്ല, അതൊരു സ്വഹാബിയാണെന്നും അഭിപ്രായമുണ്ട്.
അദ്ദേഹത്തിന്റെ കാലിൽ ഒരു അമ്പ് വന്ന് തറച്ചു. ആ അമ്പ് തറച്ചത് തൊടാൻ പറ്റുന്നില്ല, അത്ര വലിയ കഠിന വേദനയാണ്. അത് കാലിൽ നിന്നത് പറിച്ചെടുക്കണ്ടേ, സാധിക്കുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നിങ്ങൾ ഒരല്പസമയം കാത്തു നിൽക്കുക, ഞാനൊരു വുളു ചെയ്യട്ടെ. അങ്ങനെ അദ്ദേഹം വുളു ചെയ്തു, നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഞാൻ നിസ്കാരം ആരംഭിച്ച് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നിന്റെ കാലിൽ നിന്ന് അമ്പ് നിങ്ങൾ പറിച്ചെടുത്തോളൂ. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അല്ലാഹു അല്ലാഹ് നിസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥലത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ ഉറപ്പിച്ച് നെഞ്ച് കഅബത്തിലേക്ക് തിരിഞ്ഞു, കണ്ണ് സുജൂദിലേക്ക് ഉറപ്പിച്ചു, ഒരു ലക്ഷ്യസ്ഥാനത്തെ മനസ്സിൽ ഉറപ്പിച്ച് കൈ അങ്ങോട്ട് പൊക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന ഉച്ചാരണത്തിന്റെ കൂടെ കൈ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങണം. പാഞ്ഞു വന്നിട്ട് അല്ലാഹു അക്ബർ, അതല്ല അല്ലാഹു അക്ബർ. ആ കൈ ഇങ്ങനെ ആ എന്നതിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് റാ അവസാനിക്കുമ്പോൾ കൈ കെട്ടൽ കഴിയും. അപ്പോ ആ കൈ പൊക്കുന്നതും താഴ്ത്തുന്നതും നമ്മുടെ ഞരമ്പ് അറിയുന്നുണ്ട്, നമ്മുടെ രക്തം അറിയുന്നുണ്ട്, നമ്മുടെ ശരീരം അറിയുന്നുണ്ട്, നമ്മുടെ ആത്മാവ് അറിയുന്നുണ്ട്. ആ രൂപത്തിൽ നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നിട്ട് ആ മഹാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. അൽക്കൈഫ് സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് ബഹുമാനപ്പെട്ടവർ നിസ്കാരം അങ്ങനെ തുടങ്ങി. ആ സൂറത്ത് പകുതിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലിൽ തറച്ചിരിക്കുന്ന അമ്പ് തന്റെ സഹപ്രവർത്തകർ അത് വലിച്ചെടുത്തു. അതിൽ ആ അമ്പ് വലിച്ചെടുത്തിട്ട് അതിൽ മരുന്ന് വെച്ച് കെട്ടി. ബഹുമാനപ്പെട്ടവർ അങ്ങനത്തെ വിവരം അറിഞ്ഞിട്ടേ ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹ് എന്ന് ഓർക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, ഈമാൻ എന്ന നിധി സൂക്ഷിക്കാൻ തന്നിരിക്കുന്നത് റബ്ബാണ്. റബ്ബ് തന്ന നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൽബുകളെ പ്രത്യേകത എന്താണ്? വജിലത്ത് ഖുലൂബുഹും. ഉമ്മ നൊന്ത് പ്രസവിച്ചിരിക്കുന്ന മോന് ഗൾഫിലോ മറ്റോ പോയിട്ട് 3 വർഷമായി. ഉമ്മാന്റെ കൽബ് വേദനിച്ചു, പടച്ചോനെ ഇനി എന്റെ മോനെ കാണാതെ ഒരു മിനിറ്റും എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഉമ്മ ആര് അതിലെങ്ങനെ പോയാലും എന്റെ മോനാണോ? ആരെ ഒരു ശബ്ദം കേട്ടാലും അത് എന്റെ മോനാണോ? ഒരു വാഹനം ഇങ്ങനെ വരുമ്പോഴേക്ക് അതിൻ്റെ കുട്ടിയുണ്ടോ? ആ നൊന്ത് പ്രസവിച്ചിരിക്കുന്ന ഉമ്മാക്ക് കുട്ടിയെ കാണാനുള്ള പൂതി, കുട്ടിയെ കാണാനുള്ള ആശ, ഇനി എന്റെ മോനെ കാണാതെ എനിക്കൊരു മിനിറ്റ് നിൽക്കാൻ പറ്റൂല എന്ന് ഉമ്മാന്റെ കൽബ് നമുക്കറിയില്ലേ? ആ കൽബിന്റെ അവസ്ഥയാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞത്. വജിലത്ത് ഖുലൂബുഹും, അവരെ കൽബിന്റെ ആശ, അവരെ കൽബിന്റെ പൂതി, അവരെ കൽബിന്റെ പെടപെടപ്പ്. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ഫഅൻദർതുകും നാറൻ തലല്ലാ, കൽബ് പൊട്ടിപ്പോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അഹ്ലു ബൈത്തിന്റെ പരമ്പര ഹസനിയും ഹുസൈനിയും അത് പോയിട്ട് മുട്ടുന്നത് സൈനുൽ ആബിദീൻ തങ്ങളിലേക്കാണ്. ആ സൈനുൽ ആബിദീൻ തങ്ങൾ എത്രമാത്രം റബ്ബിനെ ഭയപ്പെട്ട മഹാനാണെന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് 2 കച്ചവടമുണ്ട്. അതിൽ നിന്ന് ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം അത് സ്വന്തം കുടുംബത്തിന്റെ ചെലവിന്, രണ്ടാമത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം അത് സാധുക്കളെ സംരക്ഷിക്കുന്നതിന്, ഇതിന് മാറ്റിവെച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് എന്ത് ചെയ്യും? പകൽ സമയങ്ങളിൽ ആരും അറിയാതെ ബഹുമാനപ്പെട്ടവരിങ്ങനെ നടന്നിട്ട് വിധവകളായ സഹോദരി, യതീമക്കളായ മക്കളെ പോറ്റുന്ന ഉമ്മ, ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു, വാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു, അങ്ങനത്തെ പട്ടിണിപ്പാവങ്ങൾ, രോഗശയ്യയിലായി ശയ്യാവലംബിയായി കിടക്കുന്ന വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പട്ടിണി കിടക്കുന്ന വീടൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് ആരും അറിയാതെ ആ വീടുകളൊക്കെ അടയാളപ്പെടുത്തി കുടുംബത്തിന്റെ വണ്ണം, വലിപ്പം, എണ്ണം ഇതൊക്കെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യുന്നു? തൻ്റെ ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വരുമാനം കൊണ്ട് ഗോതമ്പ് വാങ്ങിയിട്ട് ആ ഗോതമ്പ് കുട്ടിച്ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും. 10 കിലോ, 8 കിലോ, 5 കിലോ, 3 കിലോ, ഇങ്ങനെ കുടുംബത്തിന്റെ രീതി അനുസരിച്ച്. അല്ലാ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സമയം പാതിരയായി.
എല്ലാവരും നിശയുടെ നിദ്രയിലേക്ക് വീണു. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ സമയത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ സൈനുൽ ആബിദീൻ എന്ന് മൂപ്പർക്ക് സ്ഥാനപ്പേര് കിട്ടിയതാണ്. ബഹുമാനപ്പെട്ടവർ പടച്ച റബ്ബിന്റെ ഖുർആൻ ഖിയാമിൽ ഇങ്ങനെ നിന്നിട്ട് ഖുർആൻ ഓതിയിട്ട് റുകൂഇലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുടുകുടാ കണ്ണുനീരാണ്. അല്ലാ സൈനുൽ ആബിദീൻ തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലത്ത് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വജിലത്ത് ഖുലൂബുഹും, അല്ലാഹു തആല സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധിയാകുന്ന ഈമാന്റെ സൂക്ഷിപ്പ്, ആ സൂക്ഷിപ്പുള്ള കൽബ് അല്ലാഹുവിലേക്ക് ദാഹിച്ച്, അല്ലാഹുവിലേക്ക് മോഹിച്ച്, അല്ലാഹുവിലേക്ക് ആശിച്ച്, അല്ലാഹുവിലേക്ക് ആഗ്രഹിച്ച്, ഇനി എന്റെ റബ്ബിനെ കാണാതെ, ഇനി എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടാതെ എന്റെ കൽബിന് അടക്കമില്ല. വജിലത്ത് ഖുലൂബുഹും. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ബഹുമാനപ്പെട്ടവർ ആ ഗോതമ്പത്തിന്റെ ചാക്ക് എടുത്തിട്ട് അത് തന്റെ പെരടിയിൽ വെച്ചു, തന്റെ ചുമലിൽ വെച്ചു, തന്റെ ഊരമ്പൽ വെച്ചു, തന്റെ മുതുകിൽ വെച്ചു. എന്നിട്ട് അത് ഭദ്രമായി വരിഞ്ഞ് കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. പാവപ്പെട്ട വീട്ടിൽ അതാ 3 മക്കളും ഒരുമ്മയും രാത്രി ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ വാവിട്ട് കരഞ്ഞു. കരഞ്ഞ് 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 കുട്ടികൾ ഉറങ്ങിപ്പോയി. ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ചെറ്റക്കുടിലിൽ പട്ടിണി കൊണ്ട് ഉറങ്ങിപ്പോയ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് പാതിരാ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ കരച്ചിൽ, പടച്ചവനെ, കുട്ടികളെ വാപ്പ നേരത്തെ മരിച്ചില്ലേ, ഈ യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. കുട്ടികളൊക്കെ വിശന്ന് ഉറങ്ങിപ്പോയ മക്കൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് കത്തലടക്കാൻ കൊടുക്കാനും ഈ വീട്ടിൽ ഒന്നുമില്ലല്ലോ. ആ കരച്ചിൽ കേട്ട വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ സൈനുൽ ആബിദീൻ തങ്ങൾ ചെന്നിട്ട് ആരും അറിയാതെ തന്റെ മുതുകിൽ വെച്ചിരിക്കുന്ന ഗോതമ്പത്തിന്റെ ചാക്ക് എടുത്തിട്ട് ആ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ വെക്കുകയാണ്. രാവിലെ ആ ഉമ്മ എഴുന്നേറ്റിട്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടിന്റെ ആ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ വാതിലിങ്ങനെ തുറക്കുമ്പോൾ ആ വാതിൽക്കൽ വെച്ചിരിക്കുന്നു അറബികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമായ ഗോതമ്പ്. അതിങ്ങനെ കുട്ടിച്ചാക്കലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാ, ആ ഗോതമ്പത്തിന്റെ ചാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടുകാരെ, ഇത് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ഭക്ഷണമാണ്. ആരാണിത് വെക്കുന്നത്? ആരാണിത് കൊണ്ടുവന്നത്? ആർക്കും അറിയില്ല. മദീനയിലെ പല പാവപ്പെട്ട വീട്ടിലും ഇത് പതിവാണ്, ഇത് പതിവാണ്. സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായി. ബഹുമാനപ്പെട്ടവളെ ജനാസ കുളിപ്പിക്കുന്ന സമയമായി. ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ ആ മയ്യത്ത് ഇങ്ങനെ തേച്ചുരച്ച് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ പുറഭാഗം വരക്കുന്നതിന് വേണ്ടി മധുരനാരങ്ങ പോലെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളുടെ ശരീരം ആ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോ മയ്യത്ത് പുറമൊന്ന് വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി മയ്യത്ത് ഇങ്ങനെ ചെരിച്ചു പിടിച്ചപ്പോൾ കുളിപ്പിക്കുന്ന ആളുകളെ കണ്ണ് തള്ളിപ്പോയി. അവരത്ഭുതം കാണുകയാണ്. പെരടി മുതൽക്ക് ഊര വരെയുള്ള സ്ഥലം കറുത്ത് കറുത്ത് കരിക്കട്ടയുടെ തഴമ്പായിരിക്കുന്നു. പടച്ചോനെ, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ സൈനുൽ ആബിദീൻ തങ്ങളെ വീട്ടുകാരോട് എന്താണ് ഈ കണ്ട അത്ഭുതമെന്ന് ചോദിച്ചപ്പോഴാണ് വീട്ടുകാർ പറയുന്നത്, സൈനുൽ ആബിദീൻ തങ്ങൾക്ക് 2 കച്ചവടമുണ്ട്. ഒരു കച്ചവടത്തിന്റെ വരുമാനം പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും സഹായിക്കാനുമാണ്. അങ്ങനെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗോതമ്പ് വാങ്ങിയിട്ട് അത് മുതുകിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഒട്ടകപ്പുറത്ത് പോലും അത് വെക്കാതെ തൻ്റെ സ്വന്തം മുതുകിൽ വെച്ചിട്ട് അത് ചുമന്നു കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഗോതമ്പ് എത്തിച്ചു കൊടുക്കുന്നതിന് മുതുകിൽ വെച്ച് മരുഭൂമിയിലുള്ള നടന്നതിന്റെ പാട്, അതിന്റെ തഴമ്പ്, അതാണ് പെരടി മുതൽ ഊര വരെ കാണുന്ന കറുപ്പ് നിറം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർക്കണം, പാതിരാവിന്റെ കൂരിരുട്ടിലും നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചത്തിലും നമ്മുടെ കൽബറിയുന്ന റബ്ബ്
ആ റബ്ബ് നമ്മളെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധി അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നിധിയുടെ സൂക്ഷിപ്പുകാരാവണം. ആ നിധിയുടെ സൂക്ഷിപ്പിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ നിന്ന് ജനം അകന്നു, ദുഷ്കർമ്മങ്ങളെ കൊണ്ട് ഭൂമി നിറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഉമ്മപങ്ങന്മാരെ, ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങൾ നമ്മെ പാരത്രിക ചിന്തകളിൽ നിന്ന് ഏറെ പിന്തിരിപ്പിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ആചാരങ്ങളെ നമ്മളും വാരിപ്പുണരുകയാണ്. അങ്ങനെ ഫസാദ് വർദ്ധിച്ചു വരുമ്പോൾ മഴയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ സംഗതിക്കും മാറ്റം വരികയാണ്. മാറ്റം വരാത്തത് ഏതിനാ? നമ്മളെ നിസ്സാരപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾക്ക് ഒരു കുട്ടി പോകുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഫീസും ബാക്കിയില്ല ഉണ്ടോ? ആ കുട്ടിനെ പറഞ്ഞേക്കുമ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി പൂമ്പാറ്റ പോലെയാണ് കുട്ടി പോണത്. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, വേണ്ടാന്നല്ല ഞാൻ പറയണത് അല്ലേ. മദ്രസക്കുള്ള കുട്ടിയോ ജാഫറെ ഉറങ്ങ തന്നെയാ പോത്തെ. ഈ മദ്രസ പോകണില്ലേ? പോങ്ങോട്ട് നീച്ചിങ്ങാണ്ട് പുട്ടും കുറ്റിന്ന് പുട്ടു പോണമാതിരിയാണ് പോയക്കല്ലേ മദ്രസക്ക്. നമ്മളവിടെ പിന്നെ മീൻകാരൻ കാതറുണ്ടല്ലോ, മീൻകാരൻ കാതറിന് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? മീൻകാരൻ കാതറിന് ആകെ ഒരു കുട്ടിയുള്ളൂ, ആൺകുട്ടി. അപ്പോൾ കാതർ കുട്ടനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത്. പഠിച്ചോൻ എൻ്റെ കുട്ടി പഠിച്ചാൽ ഇഞ്ച മാതിരി കുട്ടി ആകണ്ടെന്ന് ആരും വിചാരിച്ചുവല്ലോ. അങ്ങനെ പഠിപ്പിച്ച് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ കാതറിനോട് ചെറുക്കം പറയൽ തുടങ്ങിക്കണം, എനിക്കൊരു ബൈക്ക് വേണം. ഇജ്ജ് 10ന്ന് ജയിച്ചിട്ട് വാങ്ങിത്തരാറ്. അങ്ങനെ 10ന്ന് ജയിച്ചപ്പാത്തിന് ഇയാൾ മീൻ വിറ്റ് കിട്ടുന്നത് ഒരു കൂട്ടി ബൈക്ക് വാങ്ങി. ഓൻ +2 ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പോവുക. അപ്പം ഇങ്ങനെ ബൈക്കുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഓൻ്റെ ബാക്കിലും ഓൻ്റെ ഒരു സുഹൃത്തും ഓൻ്റെ ഫ്രണ്ട് ബാക്കിലും ഇവൻ മുന്നിലുമായിട്ട് ഇങ്ങനെ പോവുക. അപ്പം മീൻകാരൻ കാതർ ഇങ്ങനെ മീനേ എന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു ക്ഷീണം തന്നെയല്ല ഇപ്പം അത്. അപ്പം എരുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ നിർത്താതെയാണ് പോകാമെന്ന് കണ്ടപ്പം ബാപ്പ വിളിച്ചു, മോനെ പിന്നെ ഞാൻ നിർത്താതെക്കാൻ പറ്റൂല്ലോ. അപ്പോൾ അവിടെ ഒരു കാല് നിലത്തേക്ക് വെച്ചിങ്ങാണ്ട് അങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയപ്പം കാതർ മീനും തലയിൽ വെച്ചിങ്ങാണ്ട് അവിടെ അടുത്തേക്ക് ചെന്ന്. അപ്പോൾ ഒപ്പമുള്ള ഫ്രണ്ട് ചോദിച്ച് ഇത് ആരാന്ന് ചോദിച്ചു. മൈ ഫാദർ. ആര്? മൈ ഫാദർ. അപ്പോൾ കാതറിനും തോന്നി ഇപ്പം ബനോട് രോഗം ചെയ്തിട്ട് കാര്യമില്ല, ഇപ്പം എൻ്റെ കുട്ടി പോയിക്കുക. പോകുമ്പം കാതർ വണ്ടി ഇങ്ങനെ ചാട്ടാക്കിയപ്പോൾ പറഞ്ഞു, മോനെ ഇപ്പാൻ്റെ കുട്ടീനെ നല്ല ഒരു ദർജയ്ക്ക് എത്തിക്കണം എന്ന് ഇപ്പാക്ക് ആശയുണ്ട്, ഞാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇജ്ജിങ്ങനെ പഠിച്ച് മേൽപ്പെട്ട് പോകുമ്പം ഒരു കാര്യം മറക്കരുത് കേട്ടോ, ബാപ്പാൻ്റെ പേര് കാദറാണ്, ഫാദറല്ല. വണ്ടി നമ്മളെ അംസാജി പറഞ്ഞില്ലേ, ഉസ്താദേ അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നല്ല പഠിപ്പാണ് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ചു. നമ്മളെ പേരക്കുട്ടനെപ്പോൾ ചേർത്തിട്ട് 2 ദിവസമായിട്ടുള്ള ബാപ്പാനോ ഡോഗ് എന്നൊക്കെ വിളിക്കൽ തുടങ്ങിയാലോ. ഞാൻ ഇതൊന്നും മാണ്ടാറിയുന്ന ആളല്ല കേട്ടോ, ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന ആൾ തന്നെയാണ്. മനസ്സിലാക്കി. നമ്മളെ കുട്ടികൾക്ക് ചില സംസ്കാരം, ചില സംഗതികൾ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടേണ്ടത് അതേപോലെ കിട്ടിയിരിക്കണം. നമ്മളെ ബുറുദൻ്റെ വലിയ സമ്മേളനം ഉണ്ടല്ലോ, ബുറുദ സമ്മേളനം. ആ സമ്മേളനത്തിൽ ബുറുദയാണ് ചെല്ലട്ടെ. അൽഹംദുലില്ലാ നമ്മളെ തങ്ങൾ പാപ്പ വരുന്നുണ്ട്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. തങ്ങൾക്ക് വഅദും ദിക്റും ദർസും ഒക്കെ ഉള്ള ആളാണ്. അള്ളാഹു എല്ലാത്തിനും ഇസ്സത്ത് കൊടുക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഓരോന്നിനും ഓരോരോ പിന്നെ അവധി ഉണ്ടല്ലോ. ഇൻ്റെ അവധി തങ്ങൾ വരുന്നേ വരിക. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നല്ല ദർസ് തിരൂരങ്ങാടി. അൽഹംദുലില്ലാ
തങ്ങളെ ദർസി ജീവിതത്തിന് അല്ലാഹു തആല എല്ലാവിധ ഇസ്സത്തും നൽകട്ടെ. തങ്ങളെ നാട്ടിൽ തങ്ങളവർകൾ അവിടുത്തെ ഒരു സ്കൂൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ സ്കൂളിൽ മതപഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ലൊരു മാതൃക സ്വന്തം മഹല്ലത്തിൽ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അള്ളാഹു അതെല്ലാം നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധിക്ക് ക്ഷീണം പറ്റുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരുമ്പോൾ അഅ്മാലു സ്വാലിഹാത്ത്, സ്വർഗം കിട്ടുന്ന മാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാബ് വളരെ വിശാലമാണ്. സ്വർഗം കിട്ടുന്ന ബാബ് വളരെ വിശാലമാണ്. ഞാൻ എൻ്റെ ഉമ്മമാരോടൊരു കാര്യം തുടങ്ങി വച്ചിരുന്നു. അതെന്താണ്? നമ്മളൊരു അടുക്കള കൃഷി ചെയ്യണം. വീടിൻ്റെ പരിസരത്ത് അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളങ്ങളിൽ വെറുതെ ഒഴുകിപ്പോകുന്ന വെള്ളം, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാവുന്ന കൃഷിയുണ്ട്. അപ്പൊ കൃഷി ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം എത്ര പ്രേരിപ്പിച്ചതെന്നറിയോ? യാ റബ്ബ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊള്ളാണ്. ഖവാരിജുകളും മറ്റുള്ളവരുമൊക്കെ രംഗത്ത് വന്നിട്ട് പ്രശ്ന കലുഷിതമാണ്. ആ സമയത്തും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് തൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൽ പോകും. എന്നിട്ട് ആ ഈത്തപ്പനകൾക്കൊക്കെ വെള്ളം കിട്ടിയോ, അതിന് ആവശ്യമായ ശുശ്രൂഷ കിട്ടിയോ, അതൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ സംരക്ഷിച്ചിട്ട് ആ കർത്തവ്യങ്ങളൊക്കെ, കൃഷിയുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ടവർ ഭരണകാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് വരും. ഒരിക്കൽ ഈത്തപ്പനത്തോട്ടത്തിൻ്റെ മധ്യേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ ജനങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഉസ്മാൻ എന്നവരെ, പ്രായം ഒത്തിരി ആയില്ലേ, പ്രശ്നങ്ങൾ കുറെ ഗൗരവത്തിലല്ലേ, ഇപ്പോഴും നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഈ പ്രായമാകുന്നത് വരെ ഞാൻ കഴിച്ച പഴങ്ങൾ മുഴുവനും ഞാനുണ്ടാക്കിയതല്ല, ഞാൻ കഴിച്ച ഭക്ഷണം മുഴുവനും ഞാനുണ്ടാക്കിയതല്ല, ഞാൻ ധരിച്ച ഡ്രസ്സ് മുഴുവനും ഞാനുണ്ടാക്കിയതല്ല. എനിക്ക് ഇത്രയും ആയുസ് ജീവിക്കാൻ കഴിഞ്ഞത് ആരൊക്കെയോ അധ്വാനിച്ചത് എനിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കിട്ടിയത് കൊണ്ടാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അധ്വാനിച്ചത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിയെങ്കിലല്ലേ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൃഷിയെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇതേപോലത്തെ മറ്റൊരു സംഭവം കാണാം. അബൂദർദാ തങ്ങൾ ആക്രോട്ട് കൃഷി ചെയ്യുകയാണ്. ആക്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. അത് നമ്മുടെ റബ്ബർ കൃഷി പോലെയാണ്. കുഴിച്ചിട്ടിന്റെ പിറ്റേന്ന് ഉണ്ടാകുന്നതല്ല. റബ്ബർ കൃഷി ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? നട്ടുപിടിപ്പിച്ച് നോക്കി 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 6 കൊല്ലം കഴിഞ്ഞു. അപ്പം അത് റബ്ബർ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. 7ാമത്തെ കൊല്ലത്തിൽ വെട്ടാൻ തുടങ്ങും. 9ാമത്തെ കൊല്ലത്തിൽ കുറച്ച് പാലൂറ്റി പുകൽ തുടങ്ങും. 10 കൊല്ലം കഴിയണം, എന്നെങ്കിലേ മര്യാദക്ക് വല്ലതും കിട്ടുള്ളൂ, വില ഉണ്ടെങ്കിൽ. അതാ. അപ്പൊ ഒരു 10 കൊല്ലത്തെ കാലതാമസത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നതാണ് ഏത്? റബ്ബർ. ഇതുപോലെയാണ് ആക്രോട്ട് കൃഷി. അബൂദർദാ റളിയല്ലാഹു അൻഹു കുറേ പ്രായമായ സമയത്ത് ആക്രോട്ട് കൃഷി ചെയ്യാണ്. ആ കൃഷി ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞു, അല്ല വയസ്സായ വിവരമൊന്നും അറിയില്ലേ, ഇപ്പൊ ഇത് കൃഷി ചെയ്തും കൊണ്ടിരിക്കുക, ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണത് എന്ന്. അവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം, ആരൊക്കെയോ കൃഷി ചെയ്തതിൻ്റെ ഭക്ഷണമാണ് ഈ വയസ്സ് വരെ ഞാൻ ജീവിച്ചത്. ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ വിഹിതം, ഞാൻ കുടിച്ച വെള്ളത്തിൻ്റെ വിഹിതം, ഞാൻ കഴിച്ച പഴങ്ങളുടെ വിഹിതം, ഓരോന്നിൻ്റെ വിഹിതവും അത് ഉണ്ടാക്കി വെച്ച് പോയിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുമെങ്കിൽ ഞാൻ എൻ്റെ ഖബറിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഖബറിലേക്ക് വരുമാനം കിട്ടാൻ ഞാനിവിടെ വല്ലതും ചെയ്തു വെക്കണ്ടേ? കൃഷിയുടെ പ്രാധാന്യം നിങ്ങൾ ഓർത്തു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മ പങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വീടും പരിസരവും ശുദ്ധവായു ലഭിക്കുന്നതിന് നമുക്ക് പ്രകൃതിയാ ഉള്ള ചെറിയ ചെറിയ ചെടികളുണ്ട്. പണ്ട് നമ്മളെ വീടിൻ്റെ പരിസരത്ത് പത്തണിമുല്ലിയും അസർമുല്ലിയും കഞ്ഞിക്കൂർക്കലും അതുപോലെ അർജാൻ ചെടിയും ഇങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരിച്ചു വരട്ടെ, അതൊക്കെ ഒന്ന് തിരിച്ചു വരട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, ഇസ്ലാം
അള്ളാഹുവിൻ്റെ ദീന് സ്വർഗം കിട്ടുന്ന വാതിലുകൾ മലർക്കേ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷേ കാലഘട്ടത്തിൻ്റെ ഒരു കൂലം കുത്തി ഒഴുക്കിൽ നമ്മളെ മുടിയും നമ്മളെ ഫാൻറ്റും നമ്മളെ തലയും നമ്മളെ ബാക്കിയുള്ളതും ഒക്കെ ഏക സിവിൽ കോഡായി മാറി. അപ്പം പിന്നെ പടച്ചോനും ഇതൊക്കെ അങ്ങനെയാണ് ആക്കാണ്. ഇപ്പം അടുത്ത കാലത്തായിട്ട് പെണ്ണുങ്ങളൊക്കെ പർദ്ദ ധരിക്കൽ തുടങ്ങി. അൽഹംദുലില്ലാ, സാരിയാണ് പോയി കിട്ടി അല്ലേ? സാരിയും ബ്ലൗസും അതിൻ്റെ കാലത്ത് ഇങ്ങനെ ഈ മാർബിഡ് ഒന്നായിട്ട് ഇങ്ങനെ വെളിച്ചത്താക്കിയിട്ട് ഇളക്കി, അതാണ് പോയി കിട്ടി, വലിയ ഹൈറാൻ. ഇപ്പം ഇത് പരിഷ്കരിക്കൽ തുടങ്ങിക്കണം. കുട്ടശ്ശേരി കൂടെ ഒന്നും ഉണ്ടാവില്ല. ചില സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയാൽ ടൈറ്റ് ഫിറ്റായിട്ടല്ല പർദ്ദ ഇട്ടിട്ട് തല മറക്കാതെ ഇങ്ങനെ പോവുക പെണ്ണുങ്ങൾ. ഇങ്ങനെ പർദ്ദട്ടിങ്ങാണ്ട് തല മറക്കാതെ പോയാൽ അങ്ങനെ ഉണ്ടാവും. പള്ളിക്കത്തെ കാലിയാർ തരി കെട്ടിയിട്ട് മടക്കുത്തി ഇങ്ങനെ പോയാൽ എന്താ മട്ടം? ഇവിടെയാണ് നമ്മളൊന്ന് ഉണരേണ്ടത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടങ്ങളിൽ രക്ഷപ്പെടണോ മനസ്സ് തുറന്ന് സങ്കടങ്ങളും വേവലാതികളും ആവലാതികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടലല്ലാതെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, ലോകത്ത് മുസ്ലിമീങ്ങളെ കാർന്നു തിന്നുന്നതിന് വേണ്ടി എല്ലാ ശക്തികളും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലാ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയട്ടെ, ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതേതാണ്? നമ്മുടെ മക്കൾ ഏത് പുസ്തകം വായിക്കുന്നു, നമ്മുടെ കുട്ടികൾ ആരുടെ കാസറ്റ് കേൾക്കുന്നു, നമ്മുടെ കുട്ടികൾ ആരുടെ കൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന കാര്യം നല്ല പോലെ ഉമ്മമാർ സഹോദരിമാരെ ഓർത്തു വെച്ചോ. അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ്റെ കൂട്ടുകെട്ടുകൾ ആരോടൊക്കെയാണ്, നല്ല പോലെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇപ്പൊ പുതുതായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ നാം ഓർക്കണം, നേരത്തെ നമ്മളെല്ലാവരോടും നമ്മൾ ധാരാളമായി ഓർമ്മപ്പെടുത്തി. തീർച്ചയായും ഈ പുതിയ പ്രസ്ഥാനക്കാർ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് നമ്മുടെ ആലിമീങ്ങൾ നേരത്തെ ഉണർത്തി. നമ്മുടെ ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടില്ല, പണക്കാർക്ക് ബോധ്യപ്പെട്ടില്ല, രാഷ്ട്രീയക്കാർക്ക് ബോധ്യപ്പെട്ടില്ല, അല്പം വിദ്യാഭ്യാസമുണ്ടെന്ന് തനിച്ച് അവകാശപ്പെടുന്നവർക്ക് അത് ബോധ്യപ്പെട്ടില്ല. ഇപ്പോഴോ നമ്മുടെ കുട്ടികൾ പോയിട്ട് അപകടത്തിൽപ്പെട്ടു. ചെറുപ്പക്കാർക്ക് വേണ്ട പ്രത്യേക കോച്ചിങ് കൊടുത്തു. ആ കോച്ചിങ് കിട്ടിയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉംറക്കാണെന്നും പറഞ്ഞിട്ട് കുടുംബങ്ങളോട് പറഞ്ഞിട്ട് പ്രായമായ ഉമ്മയോടും ഉപ്പയോടും ഭാര്യയോടും മക്കളോടും ഞാൻ ഉംറക്ക് പോകാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ പോയിട്ടുണ്ട്. 2 വർഷമായി തിരിച്ചെത്തിയില്ല. 2 വർഷം തിരിച്ചെത്താത്തപ്പോൾ പ്രായമുള്ള ഉമ്മയും ഉപ്പയും വിചാരിച്ചു, പടച്ചോനെ ഇൻ്റെ കുട്ടി കഅബം കണ്ടപ്പോൾ അവിടെ തന്നെ കൂടിയാലോ, വലിയ ഹൈറായിപ്പോയി എന്നാണ് ഉമ്മയും ബാപ്പിയും വിചാരിച്ചത്. 2 കൊല്ലം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോൾ അതാ പുറകിൽ പോലീസുകാർ വരുന്നു, നിയമപാലകർ വരുന്നു. പ്രായമുള്ള മാതാവിൻ്റെയും പിതാവിൻ്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് മകനെ കയ്യാമം വെച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടെ താടി വെച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരുപാട് കാലമായി, തൊപ്പി വെച്ച മുസ്ലിമീങ്ങൾ ഒരുപാട് കാലമായി. ഈ താടിയും തലപ്പാവും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു താഴ്മയുടെ അടയാളമാണ്, ഒരു ബഹുമാനത്തിൻ്റെ അടയാളമാണ്. നാട്ടിലെ ജാതി മതഭേദമന്യേ താടിയും തൊപ്പിയും തലപ്പാവും ഒക്കെ ഉള്ള ആളുകളോട് ആ ബഹുമാനം കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ചെറുപ്പക്കാർക്ക് ഇപ്പം കിട്ടിയ താടി അതിങ്ങനെ ഒരു കൂർത്തിട്ട് എവിടെ നിന്ന് കിട്ടിയ താടിയാണെന്നറിയില്ല, ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന താടിയാണ് വെച്ചിട്ടുള്ളത്. ഈ താടി വെച്ചിരിക്കുന്ന വാപ്പ വീട്ടിലേക്ക് കയറി വന്നു, 2 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ്. പടച്ചോനെ, പ്രായമുള്ള മാതാവും പിതാവും മകൻ വന്നതിൽ സന്തോഷിക്കുമ്പോഴല്ലേ ബാക്കിൽ നിയമപാലകർ വരുന്നത്. പിടിച്ചു, കയ്യാമം വെച്ചു. അല്ലാ, വറങ്ങലിച്ച് നിൽക്കുന്ന ഭാര്യ, ജീവച്ചവങ്ങളായി നിൽക്കുന്ന മക്കൾ, ഇവനെ കയറ്റിയിട്ട് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുന്നു. ഉംറക്കാണെന്ന് പറഞ്ഞു പോയിരിക്കുന്ന ഇവൻ തീവ്രവാദികളെ കേന്ദ്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആരാണ് ഈ കുട്ടിയെ തീവ്രവാദം പഠിപ്പിച്ചത്? അത് സലഫികളാണ്. മുജാഹിദും ജമാഅത്തും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗദൂദിയും അങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടി വന്നപ്പോൾ അതിനെ ഒക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് സലഫി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കണം, മാതാപിതാക്കൾ ഗൗരവത്തിൽ പഠിക്കണം.
ആ സെലഫിസത്തിലേക്ക് പോയിരിക്കുന്ന ആളുകൾക്ക് അല്ലാ സെലഫികൾ രംഗത്ത് വന്നു. അവർ ചെറുപ്പക്കാർക്ക് വേണ്ടാത്ത തീവ്രവാദത്തിന്റെ ക്ലാസ് കൊടുത്തു. അതിൽ ആകർഷ്ടരായിരിക്കുന്ന ചെറുപ്പക്കാരൻ നാടുവിട്ടു. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടി. 8 ദിവസം കഴിഞ്ഞിട്ട് കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യാമം വെച്ച് മുഖം മൂടി ധരിപ്പിച്ച് സ്വന്തം വാപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം കണ്ടിട്ട് വിറവറക്കുന്ന മക്കളെ ഒന്ന് ഓർത്തു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ സെൽഫി എടുത്തോ. സെൽഫി എടുക്കാൻ നിൽക്കല്ലേ. വളരെ ഗൗരവത്തിൽ ഓർമ്മിക്കണം. ഉപ്പമാർ ചിന്തിക്കണം. ഒരു നാട്ടിലെ പ്രധാനികൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികൾ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു, ആരുടെ കൂടെയാണ് അവരെ ബന്ധങ്ങൾ, എന്താണ് അവർ വായിക്കുന്നത്, എന്താണ് അവർ കേൾക്കുന്നതെന്നും അറിയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളെ ദീനിന്റെ പേരും പറഞ്ഞിട്ട് അറുകൊല ചെയ്യുന്ന പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സെലഫികളുണ്ട്. ഈ സെലഫികളെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും വലുത് വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇറാഖിലും അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ഫലസ്തീനിലും അതുപോലുള്ള സിറിയയിലുമൊക്കെ ഈ സെലഫികൾ രംഗത്ത് വന്നു. IS എന്ന പേരിൽ രംഗത്ത് വന്നു. അവർ ആദ്യം രംഗത്ത് വന്നപ്പോൾ ഔലിയാക്കളെ മക്കാമ് തല്ലിപ്പൊളിച്ചു. ഔലിയാക്കളെ മക്കാമുകൾ തട്ടിത്തെറിപ്പിച്ചു. ഔലിയാക്കളെ മക്കബറക്കളൊക്കെ തട്ടി നിരത്തുന്ന കാഴ്ച ഫോട്ടോയോടുകൂടെ ആഘോഷിച്ചുകൊണ്ട് മാധ്യമക്കാരൻ റിപ്പോർട്ട് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരുടെ മക്കബറകൾ തട്ടിപ്പൊളിച്ചപ്പോൾ ISന് പൂർണ്ണ പിന്തുണ കൊടുത്തതല്ലേ മാധ്യമക്കാർ? ഇപ്പോ ജീവനുള്ള ആളുകളെ അറുകൊല ചെയ്യുന്നത് കണ്ടിട്ട് ലോകം മുഴുവനും അതിനെതിരെ തിരിഞ്ഞപ്പോൾ ഇപ്പോഴല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഓർത്തു നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഏതിൽ പഠിക്കുന്നു, ആരുടെ കൂടെ പോകുന്നു എന്ന് ശ്രദ്ധിക്കണം. അല്ലാമ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീണ്ടും വീണ്ടും എല്ലാ സമയത്തും എല്ലാ പ്രസംഗങ്ങളിലും എപ്പോഴും ഉണർത്തുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതേ ദീനുള്ളൂ, ആ ദീനിൽ ഉറച്ചു നിന്നോ. മിനിഞ്ഞാന്ന് കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കിട്ട് ഇന്ത്യ രാജ്യവും ഇന്ത്യ ഗവൺമെന്റും ഏക സിവിൽ കോഡും മറ്റുമൊക്കെ നിറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീൻ അത് ഇസ്ലാം മാത്രമാണ്. അല്ലാഹുവിന്റെ ദീൻ അത് ഇസ്ലാം മാത്രമാണ്. മറ്റു ധാരാളം മതങ്ങൾ ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഔലിയാക്കളെ മാർഗം, അമ്പിയാക്കളെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം അത് നമ്മൾ ഉറച്ച് പിൻപറ്റുന്ന കാലത്തോളം നമുക്ക് റബ്ബിന്റെ കാവലുണ്ടാകും. റബ്ബും നമ്മളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, എത്രയായി ഉസ്താദിന്റെ പുറകെ കുറച്ച് ആളുകൾ കൂടാൻ തുടങ്ങിയിട്ട്? ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളല്ലാത്ത എല്ലാ അലവലാദികളും ഒന്നിച്ചു ചേർന്ന് സുബ്ഹാന ജല്ല ജലാലു എത്ര കാലമായി കൂടാൻ തുടങ്ങിയിട്ട്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതെല്ലാം രാജ്യത്തിന്റെ പേരിൽ, ഏതെല്ലാം ആളുകളുടെ പേരിൽ, ഏതെല്ലാം വിഷയങ്ങളാണ് വന്നത്? അരീക്കാട് പള്ളി മുതൽ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് വരെ ഉസ്താദിനെ വേട്ടയാടാൻ നോക്കിയില്ലേ? എന്തൊക്കെ ഇവിടെ നടന്നു? പക്ഷേ ഉസ്താദിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹിമ്മത്തിന് കമ്മിയുണ്ടോ? എവിടെയെങ്കിലും തളർച്ചയുണ്ടോ? എന്താ കാരണം? നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വർഷത്തിൽ ഒരു 5 or 6 തവണ മദീനയിൽ പോകാത്ത വർഷമില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ ഹജ്ജിന് വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മിഅ്റാജിന് വരുന്നു, റബീഉൽ അവ്വലിൽ വരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം മദീന മുനവ്വറയിൽ വന്നുകൊണ്ട് മുത്ത് നബിയുടെ റൗളയിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങുകയാണ്. റസൂലുള്ളാഹിയെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഖുലഫാഉൽ അർബഅ, 4 ഖലീഫമാർ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും. 3 ഖലീഫമാർ വിശ്രമിക്കുന്നത് മദീനയിലാണ്. അലി തങ്ങൾ വിശ്രമിക്കുന്നത് ഇറാഖിലെ കൂഫയിലാണ്. 4 ഖലീഫമാരുടെയും മഖബറയിൽ പോയി, 4 ഖലീഫമാരുടെയും മക്കാമിൽ പോയി പൊട്ടിക്കരഞ്ഞ്
പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഉസ്താദിന് ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. 4 ഖലീഫമാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ അഇമ്മത്തുൽ അർബഅ, 4 ഇമാമുകളാണ്. ഇമാം ഷാഫി തങ്ങളും അബൂ ഹനീഫ തങ്ങളും മാലിക് തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും 4 ആളും താമസിക്കുന്നത് എത്ര ദൂരെയുള്ള രാഷ്ട്രങ്ങളിലാണ്. അവിടെ എല്ലാം പോയി അവരുടെ മക്ബറകളിൽ പോയിട്ട് പൊട്ടിക്കരയാൻ ഉസ്താദിന് അവസരം കിട്ടിയിട്ടുണ്ട് പൊരുത്തം വാങ്ങാൻ. ആ 4 അഇമ്മത്ത് മുജ്തഹിദ് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ അഖ്താബുൽ അർബഅ, 4 ഖുതുബീങ്ങളാണ്. ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഷ്ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി, അഷ്ഷെയ്ഖ് അഹ്മദുൽ ബദവി, അഷ്ഷെയ്ഖ് ഇബ്രാഹിം ഉദ്ദസൂഖി. 4 ഖലീഫമാരും ഇറാഖിൽ ബഗ്ദാദിൽ കടക്കുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. അവിടെ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോവിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യണം ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങൾ കിടക്കുന്ന തന്തയിലെത്താൻ. അങ്ങനെ ഈ 4 ഖുതുബീങ്ങളുടെയും കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഉസ്താദിന് അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എണ്ണി പറയുന്ന ഏതൊരു വലിയനെയും നിങ്ങൾ എടുത്തോ, അവരൊക്കെ പതിവായി ചൊല്ലുന്ന സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട വലിയങ്ങളെ നേതാവ് ഇമാം ജസൂലി തങ്ങൾ കിടക്കുന്നത് മൊറോക്കോവിലാണ്. മൊറോക്കോ രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ രാജ്യത്ത് വരണം, അവിടുത്തെ മക്കാമിൽ ഒന്ന് സിയാറത്ത് ചെയ്യാനുണ്ട്, അവിടെ ഇമാം ജസൂലി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ സൗകര്യമൊരുക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ചെന്നുകൊണ്ട് പാതിരാവിൽ ഇമാം ജസൂലി തങ്ങൾ അടുക്കൽ വെച്ചുകൊണ്ട് ദലായിലുൽ ഖൈറാത്ത് മുഴുവനും ചൊല്ലി തീർന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രഗൽഭമായ ഗ്രന്ഥം അസഹുൽ കിതാബ് ബഅദ കിതാബില്ലാ. അള്ളാഹിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരി ഇമാം കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ നിന്ന് 800 കിലോമീറ്റർ യാത്ര ചെയ്യണം ബുഖാറയിലേക്ക്. ആ ബുഖാറ ഷരീഫിലെത്തിയാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ കിടക്കുന്ന ആ മക്കാമിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ബുഖാരി ഇമാമിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പൊട്ടി കരയുകയാണ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് ബുഖാരി ഇമാമിനെ വിളിച്ചുകൊണ്ട്, ഇമാം ബുഖാരി തങ്ങളെ, അവിടുത്തെ കിതാബ് ഞാൻ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്നതിൻ്റെ പൊരുത്തം തരണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ കൂടെയുള്ളവരൊക്കെ കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഇമാം ബുഖാരി തങ്ങളെ കാൽക്കൽ പോയി കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ അല്ലാഹു ഉസ്താദിന് ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മൗലവിപ്പാപ്പ, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അങ്ങോട്ട് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച മക്കയിലെ മുഹമ്മദ് മാലിക്, മദീനയിലെ ഹസൻ ഷദ്ദാദ് തങ്ങൾ, യമനിലെ ഉമർ ഹഫീദ് തങ്ങൾ, കുവൈത്തിലെ ഹാഷിം റിഫായി തങ്ങൾ, ദുബായിലെ ഷെയ്ഖ് ഈസാ അൽമാൻ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മഹാന്മാരായ ഔലിയാക്കളും പണ്ഡിതന്മാരും അവരുടെ എല്ലാം പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. നമ്മൾ നിൽക്കുന്നത് ഒരു ഉറച്ച പ്രസ്ഥാനത്തിലാണ് കേട്ടോ. ഞാൻ എൻ്റെ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും അവർക്കൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയെടുക്കുന്ന ഉമ്മമാര് പെങ്ങന്മാരോടും ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ആ AP ഉസ്താദിൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. കാരണം ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ക്യാൻസർ ഉണ്ടാകുന്നു. ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബ്ലഡ് ക്യാൻസർ, ഹാർട്ടിൻ്റെ ഓട്ടയാണ്. സുബ്ഹാനല്ലാഹ്, ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഷുഗറാണ്. ഇങ്ങനത്തെ വിഷയമൊക്കെ വന്നപ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് വേദനിച്ചു. ഉസ്താദ് ഞങ്ങളെല്ലാം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയവരുമായ ഒട്ടേറെ ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ നിന്ന് ഞാൻ വാങ്ങി വർഷങ്ങളായി പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുണ്ട്. ആ ദിക്ർ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ട് അത് പതിവാക്കാൻ വേണ്ടി നമുക്ക് പറയണം. റബ്ബിനോട് ദിക്ർ ചൊല്ലി കരയലല്ലാതെ ഈ രോഗത്തിന് ശിഫയില്ല. റബ്ബിനോട് ദിക്ർ ചൊല്ലി കരയലല്ലാതെ
മഴ കിട്ടാൻ മാർഗമില്ല. റബ്ബിനോട് ദിക്ർ ചൊല്ലി കരയലല്ലാതെ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷയില്ല. റബ്ബിനോട് ദിക്ർ ചൊല്ലി കരയലല്ലാതെ ഈ ഏക സിവിൽ കോഡ് വാദത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാരിയാത്തി തങ്ങൾ 4 മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാരിയാത്തി തങ്ങളെ പറമ്പിൽ അന്നൊക്കെ ഒരു വീട്ടിന് ചുറ്റുഭാഗത്ത് കുറെ പറമ്പല്ലേ, ആ പറമ്പിലേക്ക് പാമ്പ് വരുന്നു, കുറുക്കം വരുന്നു, മറ്റ് ജീവജാലങ്ങൾ വരുന്നു. അഹ്മദ് കോയ ശാരിയാത്തി തങ്ങൾ ആ ജീവജാലങ്ങളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് വല്ല ഭക്ഷണം ഈ പറമ്പിലുണ്ടെങ്കിൽ കഴിച്ചോളിയും, നിങ്ങൾക്ക് വിശപ്പ് മാറുന്ന വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളിയും, പക്ഷേ നിങ്ങൾ ഇവിടെ താമസിക്കരുത്. ഇവിടെ എൻ്റെ മക്കളും കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർക്ക് നിങ്ങളെ കണ്ട് പേടിയാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിച്ചോളിയും, നിങ്ങൾ ഇവിടെ താമസിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സർപ്പം ആ മാളത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൂരെ പോകുന്ന കാഴ്ച പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര വലിയ മഹാനാണ് അഹ്മദ് കോയ ശാരിയാത്തി തങ്ങൾ. ആ ബഹുമാനപ്പെട്ടവരിന് പൊരുത്തം കിട്ടിയ ബദർ ബൈത്ത്, ആ ബദർ ബൈത്ത് ഉസ്താദ് എത്ര കാലമായി ചൊല്ലാൻ തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നമുക്ക് തന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നു, മഖ്ദൂം തങ്ങളെ മുമ്പിൽ ഛർദി അതിസാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളൊന്നായിട്ട് വിഷമിക്കുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയിട്ട് എല്ലാ വീടുകളിലേക്കും ചൊല്ലാൻ കൊടുത്തുകൊണ്ടാണ് പരിഹാരം നിർദ്ദേശിച്ചതെങ്കിൽ, ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തളർവാദം പക്ഷവാദം പിടിപെട്ടുകൊണ്ട് വിഷമിച്ചപ്പോൾ അത് സംഭാവന ചെയ്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കാൻ പറഞ്ഞതെങ്കിൽ, അല്ലാ അല്ലാ വമരിളൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര സംഭവങ്ങളാണ്. എന്നാൽ ആ ഔലിയാക്കളൊക്കെ കാണിച്ചു തന്നതുപോലെ നമ്മുടെ ജനങ്ങളെ ഈ മാരക രോഗങ്ങളിൽ നിന്നും ഈ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അൽ മഹ്ദറത്തുൽ ബദരിയ എന്ന പേരിൽ ഉസ്താദ് നമുക്ക് ദിക്ർ തന്നത് എന്താണെന്നറിയോ? ഉസ്താദിന്റെ അനുഭവത്തിൽ, പരിചയത്തിൽ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ ഔലിയാക്കളെ നമുക്ക് നൽകിയതാണ്. ആ ഔലിയാക്കളെ കാൽക്കൽ പോയി ഉസ്താദ് കരഞ്ഞ് പൊരുത്തം വാങ്ങി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കഴിഞ്ഞ വർഷം കഅബ ഷരീഫിന്റെ കഴുകൽ നടക്കുമ്പോൾ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു ഉസ്താദിനെ മക്കയിലെ ഗവർണർ. മക്ക ഗവർണറുടെ ക്ഷണപ്രകാരം ഉസ്താദ് കഅബത്തിനുള്ളിൽ കയറി തിരിച്ച് അബുദാബി വഴി വരുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഉസ്താദ് പറഞ്ഞു, കഅബത്തിന്റെ ഉള്ളിൽ കയറി 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ഞാൻ നിസ്കരിച്ചു. അപ്പം അവിടെ വല്ലാതെ തിരക്കുള്ള ഒരു സ്ഥലം കണ്ടു. അതേതാ തിരക്കുള്ള സ്ഥലം? മുത്തുനബി നെറ്റിവെച്ച് സുജൂദ് ചെയ്ത സ്ഥലമാണ്. ആ സ്ഥലത്തൊന്ന് നെറ്റിവെക്കാൻ എല്ലാവരും ആശിക്കുകയാണ്. അതാണ് അവിടുത്തെ തിക്കും തിരക്കും. ഞാൻ അവിടെ ഒരു ശുക്റിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉമ്മമാരെയും ഉപ്പമാരെയും, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ മുതഅല്ലിമീങ്ങളെയും പ്രവർത്തകരെയും, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ കൂട്ടുകാരെയും നേതാക്കളെയും കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് നനഞ്ഞുപോയി. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉസ്താദിന്റെ തഹജ്ജുദിന്റെ ദുആഇൽ, സുലൈമാ ഉസ്താദിന്റെ തഹജ്ജുദിന്റെ ദുആഇൽ, അല്ലാ പൊന്മൾ ഉസ്താദിന്റെ ദുആഇൽ, പേരോട് ഉസ്താദിന്റെ ദുആഇൽ, ആലിമീങ്ങളെ ദുആഇൽ നമ്മളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ ദുആഇൽ മറക്കരുത്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. സയ്യിദന്മാർക്ക് വേണ്ടി, ആലിമീങ്ങൾക്ക് വേണ്ടി. അടുത്ത കാലത്ത് നമ്മുടെ ഒട്ടേറെ മഹാന്മാർ, കൊണ്ടൂർ ഉസ്താദ് വഫാത്തായി, അവിടുത്തെ ഉറൂസ് നടക്കുകയാണ്. 1, 2, 3, 4. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിരൂരങ്ങാടി വാപ്പുസ്താദ് പോയി, തലക്കടത്തൂർ ബാവ മുസ്ലിയാർ പോയി,
നമ്മുടെ വെളിച്ചമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് പോയി, മഹാന്മാരൊക്കെ പോയി, നെല്ലിക്കുത്ത് ഉസ്താദ്, കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ, എത്ര മഹാന്മാർ. അള്ളാഹുവേ, അവരൊക്കെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവരൊക്കെ പോയി. നമ്മൾ യതീമുകളാവുകയാണോ? ആത്മീയ ലോകത്ത് നമ്മൾ യതീമുകളാവുകയാണോ? റബ്ബേ, ഇനി നമുക്ക് നേതൃത്വം നൽകുന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘ ആയുസ് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള ദുആ നമ്മുടെ ഈമാന്റെ സുരക്ഷിതത്വത്തിന് കാവലാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. നമ്മുടെ ഹൃദയം ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണം. ഈ കാലഘട്ടത്തിന്റെ ഫസാദിൽ ആടി ഉലയുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കരയേണ്ടി വരും. അവിടെ ഖബറാകുന്ന ഇരുട്ടറയിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് കരഞ്ഞാൽ ആരും അത് കേൾക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്ന പതിവ് വർദ്ധിപ്പിക്കുക, ദിക്റിന്റെ പതിവ് വർദ്ധിപ്പിക്കുക, സ്വലാത്തിന്റെ പതിവ് വർദ്ധിപ്പിക്കുക. നമുക്ക് കാവൽ റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരങ്ങളോടും ഉണർത്തി സയ്യിദ് ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്കിൻ്റെ സമാപന വേദി പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കാൻ ബഹുമാനപ്പെട്ട വാരണക്കര സയ്യിദ് അവർകൾ എത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, സയ്യിദന്മാരെ നേതൃത്വത്തിലും ആലിമീങ്ങളെ നേതൃത്വത്തിലും ഇവിടെ കൂടുന്ന സഭകളിലൊക്കെ ഞങ്ങൾ ഓടിയെത്തുന്നുണ്ട്. സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും നേതാവായ ഹബീബ് റസൂലുള്ളാഹി മുത്തുനബിയുടെ നേതൃത്വത്തിൽ നാളെ സഭ ചേരുമ്പോൾ അവിടെയും ഞങ്ങൾക്കൊരവസരം നൽകണേ അല്ലാ. പുന്നാര നബിയുടെ പ്രകാശിക്കുന്ന മുഖം കണ്ട് ആനന്ദിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ ശഫാഅത്തിൽ കുടുംബസമേതം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സയ്യിദ് ഉസ്താദിന്റെ സ്മാരകമായി ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അവിടെ ഹിക്കമിയയും, ഇപ്പുറത്ത് അൽഫലാഹും, അപ്പുറത്ത് ഫുർഖാൻ, നിലമ്പൂരിൽ മജ്മഅ, ഏത് സ്ഥാപനമായാലും നമ്മുടെ എല്ലാവരുടെയും വിലപ്പെട്ട സഹായം കൊണ്ട് മാത്രമാണ് സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഈ 2 ആഴ്ചയായപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ആരുടെ നേർച്ചയും ആരുടെ സംഭാവനയും ഒന്നും കിട്ടുന്നും വരുന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ വീട്ടിലുള്ള 2 കുട്ടികളും ഭാര്യയും നമ്മളും എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ ബേജാറായെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എന്തു ചെയ്യും എന്നതിൽ വല്ലാത്ത ബേജാറുണ്ട്. റബ്ബ് ഫതഹിന്റെ ബാബിൽ തുറന്നു തരുമാറാവട്ടെ. അള്ളാഹുവെ, കഷ്ടപ്പാടിലാക്കല്ലേ അള്ളാഹ്. പടച്ചവനെ, നിന്റെ ഖജനാവ് കണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത യതീം മക്കളും മുതഅല്ലിമീങ്ങളും മറ്റു മക്കളും ഇതുവരെ അവരെ പട്ടിണിയില്ലാതെ പോറ്റാൻ കഴിവ് തന്ന റബ്ബേ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ. മക്കളെ, ഇന്ന് ഭക്ഷണമില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റഹ്മാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വഅദിൽ നമ്മൾ ആ പള്ളിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ എല്ലാവരും സംഭാവന ചോദിച്ചപ്പോൾ തന്ന്. ഈ പ്രാവശ്യം അപ്പം അങ്ങനെ ചോദിക്കാൻ പറ്റൂല, കാരണം ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇത്രയും വലിയൊരു സഭ കൂടി പിരിയുമ്പോൾ സ്ഥാപനത്തിനൊരു ഒരു 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 റഹ്മത്ത് വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഡിസംബറാണ് കഴിഞ്ഞോട്ടെ, ജനുവരിയിൽ നമ്മളൊന്നിന് ചേലാകുകയും ചെയ്തോട്ടെ. അപ്പാത്തിന് ഫെബ്രുവരി പൂർത്തിയാകുമ്പോത്തിന് അങ്ങനെ ഉണ്ടല്ലോ, ഒരു അങ്ങനല്ലേ, ഒരു 40, 60 കഴിഞ്ഞ് 90 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ബേജാറും വിഷമമൊക്കെ തീർന്നല്ലോ. അങ്ങനെയാണല്ലോ പിന്നെ. അപ്പം അതുകൊണ്ട് ഒരു 90 കഴിഞ്ഞോട് കൂടെ നമുക്ക് എന്താക്കാം, ഒന്നാണ് കൊടുക്കുക എന്നുള്ള രീതിയിൽ, ഒരു ഫെബ്രുവരി അവസാനത്തിൽ കൊടുക്കണ രീതിയിൽ തങ്ങൾ പാപ്പ ചോദിച്ചുമ്പം എല്ലാവരും കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. അത് തങ്ങൾ പാപ്പ ചോദിച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കഴിഞ്ഞെല്ലാം തന്നിക്കണേ. അപ്പം നിങ്ങളൊന്ന് പുതിയതായിട്ട് ചോദിച്ചുമ്പോൾ കൊടുത്ത് പരിചയമുള്ളവരാണ് എല്ലാവരും. അപ്പം നിങ്ങൾ വലിയതൊന്നും ചോദിച്ചണ്ട. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം എല്ലാവരും ഒന്ന് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് കൊടുക്കണം. അതെങ്ങനെ? അത് ഞമ്മക്കിങ്ങനെ പിന്നെ ഒരു സംഗതി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, 400 ആൾക്ക് ഭക്ഷണം വെക്കണം മജ്മഅയിൽ ഉച്ചക്ക്, രാത്രി, രാവിലെ നാസ്തക്കും, രാവിലത്തെ ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും, വൈകുന്നേരത്തതും. അപ്പോൾ കണ്ടങ്ങൾ
400 ആൾ താമസിക്കുന്നിടത്ത് എത്ര ഭക്ഷണം വേണം? നമ്മളൊരു മിതമായ ഒരു കല്യാണം 400 ആൾക്കും വേണ്ടി ഒരു കല്യാണം ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് വിവരം അറിയാലോ. അപ്പം പിന്നെ ബാങ്കിൽ കൊണ്ടെങ്ങാണ്ട് പൈസ ഇടാനില്ല. ഇട്ടാൽ തന്നെ മമ്മദ് ഉമ്മാക്ക് ചിലവിന് കൊടുക്കണം, അതിൽ 2000 തരുള്ളൂ. ഈ 2000 കിട്ടിയിട്ട് ഈ കുട്ടിയൊക്കെ ഉച്ചക്ക വെക്കുക അതോ രാത്രിയെ വെക്കുക? എന്താ അതുകൊണ്ട് കാട്ടുക? നമ്മൾ ആലോചിക്കണ്ടേ? സ്ഥാപനക്കാർക്കൊക്കെ 10,000 കൊടുക്കാന്ന് പേരാരെങ്കിലും നിയമം ഉണ്ടാക്കിക്കണം. നമ്മളടുത്തുള്ളതൊക്കെ ബാങ്ക് കൊണ്ടേ ഇടാൻ പറഞ്ഞു, ഇട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് പണ്ട് മറ്റോ തെങ്ങുമ്മ കയറിയാൽ മതി. തെങ്ങുമ്മ കയറി 6 തേങ്ങട്ടി 6ഉം കോമ്പല കൊത്ത് ഓൻ കൊണ്ടുപോകാണ്. അപ്പോൾ ഓനോട് ചോദിച്ചു, എങ്ങനെ ഇപ്പം ഇത് 6ഉം കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഇത് 2 കയറിയനും 2 ഇറങ്ങിയനും അതിനുള്ള കൂലിയാണ് കാരണം. എന്നാൽ ബാക്കി 2 ഉണ്ടാവുമല്ലോ അതോന്ന് വെച്ചാൽ അത് ഞാൻ തരൂല്ല എന്ന മാതിരിയാണ് ഇപ്പം മോഡിൻ്റെ പരിപാടി. നമ്മളിതൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് അതിലേക്ക് ഇടാൻ പറഞ്ഞു. ഇട്ട് നോക്കുമ്പോഴോ അതിങ്ങോട്ട് കിട്ടൂല. ഏത് നിഷ്കളങ്കായ മുത്തക്കിയായ മനുഷ്യനെയും പലിശയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ പോകാൻ പറ്റാത്ത ഒരവസ്ഥ. പടച്ചോനെ നീ കാവലാകണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മളെ നാട്ടിൽ ഒരു പുതിയതായിട്ട് വന്നതും നമ്മൾ സമാപന അവസരം ഒക്കെ കൂടെ ആകുമ്പോൾ പാപ്പ ഒരു 5000 ചോദിച്ചാൽ, ഒരു 2000 ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്താക്കണം? കൊടുക്കണം. അതൊക്കെ ഞാൻ കൊടുക്കാം എന്നുള്ള വാഗ്ദത്തം ചെയ്താൽ പോരാ സേനവരെ നമുക്ക് അല്ലേ? അത് മതി. അല്ലാഹു തആല ഖൈറ് തരുമാറാവട്ടെ. അപ്പം നിങ്ങളൊക്കെ എന്താക്കണം? വലിയത് ചോദിച്ചൂല. 5000ൻ്റെ മേലെ നിങ്ങൾ സ്വന്തം ഒരാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 10,000 എന്ന് പറഞ്ഞാലല്ലാതെ നമുക്ക് ഏതിന് പരിപാടി ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ സംഗതി എന്താക്കണം? ചെയ്യണം. തങ്ങൾ പാപ്പാൻ്റെ കയ്യിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തങ്ങളൊരു ദുആ ഇങ്ങനെ കിട്ടുമ്പോൾ അത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എല്ലാവരും സഹായിക്കുകയും ഉത്സാഹിക്കുകയും വേണം. ഒരു അരമണിക്കൂർ കൊണ്ട് സംഭാവന കൊടുക്കലും കഴിയും, നമുക്ക് ദിക്റും ചെല്ലണം, ദ്വാർക്കും ചെയ്യാം, ഒക്കെ റാഹത്താകാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാത്തുക. സയ്യിദ് ഉസ്താദിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ സമാപന വേദി വളരെ ധന്യമാണ്. അൽഹംദുലില്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ എത്ര വലിയ മുദർരിസന്മാരും ആൾക്കാരും ഓരൊക്കെ ഇങ്ങനെ കേട്ട് ഇരിക്കുകയാണ്. എന്തേ? ഈ സദസ്സിൻ്റെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം ഉമ്മപങ്ങന്മാർ ചെറിയ കുട്ടികളെടുത്തിരിക്കണവരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. പടച്ചോനെ ഞങ്ങളെ ഉമ്മപങ്ങന്മാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, നാട്ടിലും മറുനാട്ടിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഉള്ള ഞങ്ങളെ മക്കൾ, കുടുംബങ്ങൾ, കൂട്ടുകാർ, ബന്ധപ്പെട്ടവർ, സംഘടനാ കൂട്ടുകാർ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ തണലാകണേ അല്ലാ, നീ തുണയാകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഉപദേശം ചെയ്യുവാനും പിരിവിനും ദുആക്കും വേണ്ടി ക്ഷണിക്കുകയാണ്.